Alhamdulillahi Rabbil Alamin. Alhamdulillahi alladhi hadana li hadha wa ma kunna linahtadiya lawla an hadana Allah. Salatan wa salaman tamman ala rasulihil amin la nabiyya ba'du wa ala alihi wa sahbihi ajma'in. ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ ബഹുമാനനായ ഉബൈദുള്ള ഫൈസി, ആദരണീയനായ അബ്ദുള്ള ഫൈസി, അലി മൗലവി, പ്രിയപ്പെട്ട സവാദ്, ഈ സംഗമത്തിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ജിദ്ദയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുകൂടൽ അവന് പൊരുത്തപ്പെട്ട സൽക്കർമ്മമായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ കഴിഞ്ഞ 6-ാം തീയതി മുതൽ സൗദിയിലെ വിവിധ പ്രദേശങ്ങളെ കാണാനും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും വിദ്യാഭ്യാസ മാനസിക മേഖലകളിൽ അവരെ എങ്ങനെ ശക്തിപ്പെടുത്താൻ എനിക്ക് സഹായിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് വിലയിരുത്താനുള്ള വിവിധങ്ങളായ സെഷനുകൾ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഒരു ഭാഗ്യവാനാണ്. SYSന്റെ കീഴിൽ ഏറെക്കുറെ വൃത്തിയായി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് ഏതാണ്ട് ഒരു ചിത്രം സ്വാഗത പ്രസംഗത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ സാധാരണ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെയ്തത് ഒന്നുകിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്താം, രക്ഷിതാവിൻ്റെ ഒരു റോള് ചർച്ച ചെയ്യുന്ന സെഷനുകളും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഭാര്യയും ഭർത്താക്കന്മാരും മാത്രം, 18 ഭാര്യയും 18 ഭർത്താക്കന്മാരും വേറെ തന്നെ ഇരുന്നു കൊണ്ടുള്ള ദാമ്പത്യ പരിശീലന പരിപാടികളും ഈ യാത്രയിൽ എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് രണ്ടും വേറെ വേറെ ചെയ്യാൻ നിർവാഹമില്ല. നാളെ രാത്രി എനിക്ക് നാട്ടിലേക്ക് പോകണം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മുശക്കലായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൂടി ചേർത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സെഷൻ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഈ വറദാങ്ങി എന്ന് പറയുന്ന സാധനത്തിന്റെ മേലെ നിന്നിട്ട് ഞാനിങ്ങനെ പ്രസംഗിക്കാം ഒരു 1.5 മണിക്കൂർ നേരം. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. രണ്ടാമത്തത്, ഞാൻ അല്പം പ്രസംഗിക്കുകയും നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും എൻ്റെ ഇടതുപക്ഷത്തിലുള്ള ഉമ്മമാർക്ക് കുട്ടികളെ വളർത്തുമ്പോഴുണ്ടാകുന്ന ആദ്യം പ്രശ്നങ്ങൾ. ഒരു 24ഓളം കൗൺസിലിംഗ് സെഷനുകൾ ഞാൻ ഈ വന്ന വഴിക്ക് ഇൻഡിവിജ്വലായിട്ട് കൈകാര്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, രക്ഷിതാക്കളുടെ മനോഭാവത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ട്, വീട്ടിലെ സാഹചര്യങ്ങളെ കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ ചെറുതല്ല. ഇവിടുത്തെ വിദ്യാലയ അന്തരീക്ഷം അങ്ങനെയാണ്, വീട്ടിലെ അന്തരീക്ഷം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമീപനത്തിന്റെ പ്രശ്നം ഇതിലൊക്കെ ധാരാളമുണ്ട്. ദാമ്പത്യത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതായി കാണുന്നതിന്റെ പോരായ്മയും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുക, ഞാനിവിടെ തന്നെ നിൽക്കണോ അല്ല നിങ്ങൾക്കും കൂടി അവസരം തന്നുകൊണ്ടുള്ള ഒരു ക്ലാസ് കൈകാര്യം ചെയ്യും. നിങ്ങളുടെ ചോയ്സ്. 1-മത്താണോ 2-മത്താണോ? നിങ്ങൾക്കും അവസരം ഉണ്ടായിരിക്കും. സാധാരണ അതങ്ങനെ പറയൂല, കാരണം എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നിങ്ങൾ സുഖമായി ഇരിക്കാനാണ്. ഇത് നല്ല ഗ്രൂപ്പാണ് നിങ്ങൾ. അതൊരു പണിയാണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. കോഡ്ലെസ് മൈക്ക് ഉണ്ടോ? കൊണ്ടുവരും. നോ പ്രോബ്ലം. തിരക്കൂട്ടുണ്ടോ? എല്ലാം മെല്ലെ മെല്ലെ ചെയ്തോ. പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ വേറെ ലോകത്തേക്ക് പോകും. അവര് നല്ലോണം ശല്യപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അവരുടെ ഒരു ലോകത്തല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് കുറച്ചൊന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മൊബൈൽ സൈലന്റിൽ വെക്കുന്നതും നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ തെറ്റും. ഞാനാണെങ്കിൽ ഇന്ന് നിരന്തരമായ 2-3 ട്രെയിനിങ്ങുകൾ കഴിഞ്ഞിട്ട് 3-മത്തെ സെഷനിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ചാൽ നമുക്ക് നന്നായി മുന്നോട്ട് പോകും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ തുടങ്ങാം. ഉദാഹരണം ഇങ്ങനെ, നമ്മുടെ നാട്ടിലെ വെള്ളം പുറത്തേക്ക് വരുന്ന ടാപ്പ് ഉണ്ടല്ലോ, വീട്ടിൽ തുറന്നാൽ വെള്ളം പുറത്തു വരുന്ന ടാപ്പ്, ഓരോ ദിവസം അതിന്റെ അകത്തു നിന്ന് മോശം വെള്ളം പുറത്തേക്ക് വരുന്നു. എല്ലാ ടാപ്പും തുറന്നു നോക്കുമ്പോൾ വെള്ളം മോശം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? സാധാരണ ടാപ്പ് വൃത്തിയാക്കാൻ പോവുക അല്ല വേറെന്തെങ്കിലും ചെയ്യും. നമ്മൾ ഏണി വെച്ച് ടാങ്കിൽ കയറിയിട്ട് അത് കഴുകി വൃത്തിയാക്കും. കാരണം നമുക്കറിയാം ടാപ്പിൽ നല്ലതല്ലാത്ത വെള്ളം വരാനുള്ള കാരണം
ടാങ്ക് വൃത്തികേടായിട്ടുണ്ട്. ഈ ഒരു ഉദാഹരണം നിങ്ങൾ വേറെ രീതിയിൽ എടുത്തു നോക്ക്. വീട്ടിലെ 4-5 കുട്ടികൾ അവരുടെ പെരുമാറ്റത്തിലോ സമീപനത്തിലോ എന്തെങ്കിലും പ്രശ്നം കാണുമ്പം കുട്ടികളെ നന്നാക്കാൻ കളിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ടാങ്കും നോക്കണം. ടാങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ആരാണ് ടാങ്ക്? ഉമ്മയും വാപ്പയും. നമ്മുടെ സമീപനമാണോ കുട്ടിയെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്? ഞാൻ എന്റെ മുന്നിൽ കൊയിലാണ്ടിയിലുള്ള ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. കൊയിലാണ്ടിയിലെ ജുമാഅത്ത് പള്ളിയില്, നിങ്ങളൊക്കെ നാട്ടിലെ പള്ളിയിലുള്ളത് പോലെ ഒരു ബക്കറ്റ് ഇങ്ങനെ പോകും. അത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു പൈസയായി മാറുന്ന ഒരു ബക്കറ്റ് ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. മദ്രസയിൽ 6ാം ക്ലാസ് പഠിക്കുന്ന പിതാവ് ഗൾഫിലായ കുട്ടി ഈ സഫിന്റെ ഒരു ദിവസം വെള്ളിയാഴ്ച സഫിന്റെ അവസാനത്തെ അറ്റത്ത് പോയി നിന്നു. എന്നിട്ട് മറ്റുള്ളവരൊക്കെ നിസ്കാരം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ബക്കറ്റിലുള്ള മുഴുവൻ പൈസയും, കാരണം ബക്കറ്റ് ഇവന്റെ അടുത്തെത്തുന്ന അവനറിയാം, അവസാനത്തെ അറ്റത്താണ്, മുഴുവൻ പൈസയും 50 പൈസയുടെ ഒരു കീസിലിട്ടിട്ട് ഈ കുട്ടി രക്ഷപ്പെട്ടു. ഈ കുട്ടി ഓടി രക്ഷപ്പെട്ട കുട്ടിയെ അവസാനം കുറച്ച് വോളിയം കൂട്ടിയാൽ പറ്റും, നല്ല. അപ്പൊ രക്ഷപ്പെട്ട കുട്ടിയെ അവസാനം ആളുകളെല്ലാം കൂടി പിടിച്ചുകൊണ്ടാണ് അസറാകുമ്പോഴത്തേക്ക് ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് ഹാജരാക്കി. പിന്നീട് നടക്കുന്ന എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞ? അടി, തല്ലല്, വഴക്കു പറയല്, ഇക്കിളിപ്പെടുത്തല്, ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ആളുകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അറിഞ്ഞപ്പോ മനസ്സിലായ എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 4 വർഷമായി ഇവൻ മദ്രസയില് സ്കൂളിലൊക്കെ കുട്ടികളുടെ ബാഗിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കും, അത് കളയും. അങ്ങനെ ഒരു വ്യക്തിത്വ വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയുടെ കാരണം, ജന്മനാ കുഞ്ഞുങ്ങൾ കള്ളനാവുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം? ആ കുഞ്ഞിനെയും കൊണ്ട് കോഴിക്കോടുള്ള ഞങ്ങളുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും നിലക്ക് പ്രഷർ അനുഭവിക്കുന്ന ആളാണോ? ഉമ്മ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഗൾഫിലാണ് സാറേ, അദ്ദേഹം പലപ്പോഴും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എനിക്ക് വേണ്ട പോലെ സപ്പോർട്ട് കിട്ടുന്നില്ല. 3 മക്കളുണ്ട്. ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ എന്നെ പ്രത്യേക രീതിയിൽ അതിനോട് പെരുമാറുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ നല്ല സങ്കടത്തിലാണ്. അപ്പൊ സങ്കടം നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്തെല്ലോ ചെയ്തു കളയും. സത്യം ഇത്രയാണ്, ഭർത്താവ് കൊടുക്കുന്ന ടെൻഷൻ, ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രഷർ, കുട്ടി അതെല്ലാം ഉമ്മ കുട്ടിക്ക് കൊടുക്കും. കുട്ടി പറഞ്ഞു, എന്റെ കണ്ണിൽ മുളക് തേക്കും ഇടക്കിടക്ക് എന്റെ ഉമ്മ. ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആങ്കർ എന്നാ പറയാ, ദേഷ്യത്തെ വേറെ ആൾക്ക് കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുന്ന ഭാര്യ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഭർത്താവിന്റെ മുന്നിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ തല്ലുക. ഭർത്താവിനെ തച്ചൊരു സുഖവും നല്ല റാഹത്താണ്. ഭർത്താവിനെ തല്ലാൻ പറ്റില്ല. അപ്പൊ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നിങ്ങളൊരു കുട്ടിക്ക് തല്ലുകൊണ്ടാൽ ആ കുഞ്ഞിനോട് ചോദിച്ചു നോക്ക്, എന്തിനാ തല്ല് കിട്ടിയ? അമ്മ എനിക്കറിയൂല. കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും തല്ലുകൊടുന്നത് രാവിലെ 9 മണിക്കുള്ളിലാണെന്നൊരു പഠനമാണ്. എന്താ കാരണം? 9 മണിക്കുള്ളിൽ അടിക്കൽ അഫ്സലായ ടൈമാണ് ഏതെങ്കിലും കിതാബ് പറഞ്ഞു? ഇസ്ലാം പറയട്ടെ. കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകും. എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ നല്ലോണം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി കേരളത്തിലേക്ക്. രാത്രി മോട്ടർ ഇടാൻ മറന്നുപോയി ഉമ്മ. കേരളല്ലേ, കറണ്ട് ഇടക്കിടക്ക് പോകും. രാവിലെ എണീറ്റൊക്കെ കറണ്ടില്ല. അപ്പന് വെള്ളം ഉമ്മ കോരിയെടുക്കണം. വീട്ടിൽ അടുക്കളയിൽ തിരക്ക് കൂടി കാരണം ഉമ്മ വെള്ളം കോരിയെടുക്കണം. ഉമ്മാന്റെ തലച്ചോറ് ചെറുതായി തിളക്കാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കാര്യം കൂടി സംഭവിച്ചു, ഗ്യാസ് തീർന്നു. ആധാർ കാർഡ് പ്രശ്നങ്ങൾ, ഗ്യാസ് ഇല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാട്ടില്. അപ്പോ ഇനി വിറകിൽ ഉമ്മ കത്തിക്കണം. കറണ്ട് ഇല്ല, ഇൻഡക്ഷൻ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ചിരട്ട ഇട്ടിട്ട് വേണം തേക്കണമെങ്കിൽ. നോക്കും, ഉമ്മന്റെ ജോലി കൂടി വരാ. ഇങ്ങനെ തലക്ക് ഭ്രാന്തളകിയിട്ട് ഉമ്മ നിൽക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കത് നേരത്തെ പോണം കേട്ടോന്ന് പറഞ്ഞു. ഓ, ഭ്രാന്ത് തുടങ്ങി. മനുഷ്യൻ ഇന്നലെ പറഞ്ഞാൽ പോലെ. അതിനിടയിൽ വേറൊരു സംഗതിയും കൂടി ഉണ്ടായി. നോക്കണേ, ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് 1ാം ക്ലാസ്സിൽ പോകുന്ന കുഞ്ഞ് പറഞ്ഞു, ഉമ്മ എന്റെ പെൻസിലാണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞു. നിന്റെ പെൻസിൽ എന്നിട്ട് ഒരു 2 തല്ല്. കുട്ടി വിചാരിച്ചു, ഇന്നലെ ഞാൻ എന്റെ ഉമ്മാനോട് പെൻസിലിന് ചോദിച്ചപ്പോ
ഉമ്മ എന്താ പറഞ്ഞത്? പെൻസിൽ എടുത്തു തന്നെന്ന് മാത്രമല്ല എനിക്കൊരു മുത്തവും തന്നതാ. ഇന്ന് എന്റെ ഉമ്മക്ക് എന്താ പറ്റി? ഉമ്മക്കൊന്നും പറ്റിയില്ല. ഉമ്മ സ്ട്രെസ്സിന് അടിമയായി മാറി. പലപ്പോഴും നമ്മുടെ സമീപനങ്ങൾ സ്ട്രെസ്സിന് അടിമപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷ പലപ്പോഴും അസ്ഥാനത്താണ്. നമ്മൾ കുട്ടികളോട് നടത്തുന്ന പെരുമാറ്റം പലപ്പോഴും യഥാർത്ഥത്തിലുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞു സൗണ്ട് ഇല്ല. കറക്റ്റ് അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്കി, നമ്മുടെ കുട്ടിയെ കൊടുക്കേണ്ടതാണോ നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ടോ? ഞാൻ ദമാമിൽ കണ്ട ഒരു ഫാമിലിയുടെ ഒരു കാര്യം പറഞ്ഞു. 9 വയസ്സുള്ള ഒരു കുഞ്ഞ് ഉമ്മാന്റെ തല്ലുകൊണ്ട് തകർന്നു കിടക്കും. പഠിക്കാനൊന്നും പറ്റില്ല. ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വീണ്ടും തല്ലി ടീച്ചറെടുത്ത് കിട്ടും, ഉപ്പാനെടുത്ത് കിട്ടും. വളരെ വ്യത്യസ്തമായിരുന്നു കേസ്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് മാറിയിട്ട് എന്ത് മരുന്ന് ഉപയോഗിച്ച് മാറാത്ത നിരക്കുള്ള ചില അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സങ്കടത്തിനനുസരിച്ചാണ് ആ കുഞ്ഞിനോട് വരുന്നത്. പലപ്പോഴും നമ്മൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്നത് സത്യത്തിൽ കുട്ടിക്ക് വേണ്ടാത്തതാണ്. കുട്ടിക്ക് വേണ്ടതൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഈ കൂടിയിരിക്കുന്ന ആളുകളോട് ഞാനൊരു ചോദ്യം വീണ്ടും ചോദിക്കാം. രാവിലെയും രാത്രിയാകുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ 10 വയസ്സിൽ ചോടയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഒരു ചുംബനം കൊടുക്കുന്നവർ എന്തിനാണ് ചുംബനത്തെ? എന്നാൽ 10-15 വയസ്സുള്ള കുഞ്ഞിനെ ചുംബനം കൊടുക്കാൻ നിൽക്കരുത്. എന്റെ മോനേന്ന് പറ്റിയൊരു ചുംബനം. കുട്ടിയായിരിക്കും ഇത്രയും കാലം വിളിച്ചിട്ടുള്ള ഇപ്പൊ തന്നെ എത്രയും വലിയ എന്നെ മോനാക്കുന്നു. 10 വയസ്സ് കൗമാരക്കാരെ നിങ്ങൾ മോനെന്ന് വിളിക്കരുത്. അവർക്ക് നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നതാണ് ഇഷ്ടം. അവർക്കൊരു വലിയ ആളാകണം, അതാണ് അവരുടെ ഇഷ്ടം. കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിൽ കുട്ടിക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട, ഓരോ ഘട്ടവും വളരെ പ്രധാനപ്പെട്ട. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എല്ലാ കുഞ്ഞുങ്ങളും ഒരിക്കലും നല്ല പഠിക്കും. പക്ഷെ ഉമ്മയും ബാപ്പയുമാണ് കുഞ്ഞുങ്ങളെ പല രീതിയിലും വഴികേടിലാക്കുന്നത്. നോക്കൂ, കള്ളനായ കുട്ടി എന്റെ മുന്നിൽ വന്നു. ഉമ്മ കുട്ടിക്ക് കൊടുത്ത അനാവശ്യമായ അനവസരത്തിലുള്ള സ്ട്രെസ്സാണ് ആ കുഞ്ഞ് അങ്ങനെ ആവാനുള്ള കാരണം. ജന്മനാ പ്രശ്നമുള്ള ഒരു കുട്ടി, ലേണിംഗ് ഡിസബിലിറ്റി, അക്ഷരം എഴുതാൻ പറ്റില്ല, തിരിച്ചെഴുതിപ്പോ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഉമ്മ കുട്ടിക്ക് അടിയാ കൊടുക്കും, ഉമ്മാന്റെ സങ്കടം മുഴുവൻ കൊടുക്കും, വാപ്പയും കൊടുക്കും തല്ലേ, ടീച്ചറെടുത്തും കിട്ടും തല്ലേ. അവസാനം 18 വയസ്സാകുമ്പോഴേക്കും 1-ാം തരം ക്രിമിനലായിട്ട് ആ കുഞ്ഞു കൊടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. ധാരാളം രക്ഷിതാക്കൾ ഇത്തരം പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്റെ കുഞ്ഞിനോടുള്ള സമീപനം മാറ്റി അപ്പൊ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും എന്തെങ്കിലും ആകാനുള്ള കഴിവോടുകൂടി ജനിക്കുന്നവരാണ്. എന്തെങ്കിലും ആകാൻ കഴിവുള്ള കുട്ടികളാണ് എന്റെ ഓർത്തത്. ഞാൻ നിങ്ങളോട് ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, ഒരു കുട്ടിന്റെ വിദ്യാഭ്യാസം എപ്പോഴാണ് തുടങ്ങുന്നത്? ശരിക്കും ഒരു കുഞ്ഞെന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുന്ന പ്രായം എത്രയാണ്? പ്രായം പറയുന്നത് 2 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ് അല്ലെ? ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ഒരു കുട്ടിക്ക് ഔപചാരികമായി എന്തെങ്കിലും പഠിപ്പിക്കാൻ 6 വയസ്സാണ്. നിങ്ങളുടെ സ്കൂളിൽ കുഞ്ഞിനെ LKG അയക്കാൻ എത്ര വയസ്സാ? അങ്ങനെയെങ്കിലും 3 ഞാൻ കാത്തു നിൽക്കും. ഇതിന് മുന്തിത്തള്ളിയിട്ട് നിൽക്കണം. എന്നെ മുന്നിൽ ബാംഗ്ലൂരിലുള്ള ഒരു ഫാമിലി വന്നു, എന്റെ കുടുംബ സുഹൃത്തുക്കളാണ്. ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ കുട്ടി പഠിക്കുന്നില്ല, 3 വയസ്സ് 3.5 വയസ്സായിട്ടുള്ളൂ, LKG അയക്കാൻ തുടങ്ങിയത് 6 മാസം. അതായത് A to Z അവന് എഴുതാനും അറിയില്ല, 1 to 50 എണ്ണാനും അറിയില്ല. അവിടെ നിങ്ങളെന്താ ചെയ്യുക? ഞാൻ ദിവസം ഓരോ നല്ല പട കൊടുക്കും, എന്തെങ്കിലും ചെയ്യാൻ.
നിങ്ങൾക്ക് എന്താ ഉമ്മാനെ മൂക്കാലി കെട്ടിട്ട് അടിക്കണമെന്നാണ്. 3 വയസ്സുള്ള കുഞ്ഞിനെ ഫോർമലായിട്ട് എന്താ പഠിപ്പിക്കുക? നമ്മൾ 6 വയസ്സെങ്കിലും ആകണം നമ്മുടെ ഒരു കുഞ്ഞ് മര്യാദയ്ക്ക് എല്ലാ അക്ഷരങ്ങളുടെയും സ്ട്രോക്കുകൾ ശരിയാകാൻ. അതിന് മുമ്പ് എത്തിച്ചേരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് എത്തണം. പ്രീ റൈറ്റിംഗ്, പ്രീ ലിസണിംഗ്, പ്രീ റീഡിംഗ്. പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ഞാൻ നീങ്ങുമ്പോൾ പ്രശ്നമുണ്ടോ? പ്രീ റീഡിംഗ്, പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത് എഴുത്തിന് മുമ്പുള്ള വരകളാണ്. നല്ല LKG സ്കൂളിലൊക്കെ നല്ലോണം വരയ്ക്കാനും കളർ ചെയ്യാനും ഇറങ്ങാനും അടിക്കാനും ഓടാനും ഒക്കെ അവസരം കൊടുക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസരം ഉണ്ടാവില്ല. പുല്ല് വരയ്ക്കാൻ അവസരം കൊടുക്കുന്ന LKG സ്കൂളിൽ കഴിയും. കുട്ടിന്റെ ഈ സ്പൈൻസ് ശരിയാകാൻ. മുത്തു കോർക്കാൻ അവസരമുള്ള അംഗൻവാടികളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തിനാ മുത്തു കോർക്കുന്നത്? കുട്ടിന്റെ കയ്യും കണ്ണും തമ്മിലുള്ള ബന്ധം കുറച്ചാലേ എഴുത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഐ ഹാൻഡ് കോർഡിനേഷൻ. സാധനങ്ങൾ കട്ടിവെക്കാൻ അവസരം കൊടുത്തു. കുട്ടിയുടെ സ്ഥൂല വികാസം ഉയരണം. കുട്ടിക്ക് മനസ്സ് ശരിയാവാൻ. കുട്ടിക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ കൊടുത്തിട്ട് വേണം. നമ്മുടെ ഒരു കുഞ്ഞ് സ്വന്തമായി കുളിക്കാൻ എപ്പോഴാണ് തുടങ്ങുന്നത്? എന്നോട് വടകരയിലുള്ള ഒരു ഭാര്യ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, 3ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞ്, ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു, ഞാൻ എന്തോ നിലക്കും അവനെ നോക്കുന്നു. ഞാൻ പറഞ്ഞു, എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നത്? അതെ, രാവിലെ എണീറ്റാൽ ബ്രഷ് എടുത്തിട്ട് അതിന്റെ മേലെ പേസ്റ്റ് ആക്കി കൊടുക്കും. വയസ്സൊമ്പതാണ്. എന്നിട്ട് ഞാൻ പല്ല് വെച്ച് കൊടുക്കും, ഞാൻ എന്റെ മുഖം കഴുകി കൊടുക്കും, ചായ എടുത്തിട്ട് വായിൽ വെച്ച് കൊടുക്കും, ബാറ്ററിൽ കൊണ്ടായി കൊടുക്കും, എന്നിട്ട് ഷവറിന്റെ മുന്നിൽ നിർത്തും, സോപ്പ് വെച്ച് കൊടുക്കും. എന്തോ ഇഷ്ടമാണെന്നറിയോ? എന്നിട്ട് ഞാൻ ബാഗ് എടുത്തിട്ട് പുസ്തകം എടുത്ത് വെച്ച് വെക്കും. എന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്നതിന് എതിരായിട്ട് നിൽക്കുക. അപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, അത്രയും നിങ്ങൾ സ്നേഹിക്കുന്നത് പ്രശ്നമാണ്. 9 വയസ്സുള്ള കുഞ്ഞിനെ ജീവിക്കാൻ സമ്മതിക്കണ്ടേ? 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് സ്വന്തം ശരീരത്തിന്റെ മുൻഭാഗം സ്വന്തമായി കഴുകാൻ അവസരം കൊടുക്കണമെന്നാണ് ഡെവലപ്മെന്റ് സൈക്കോളജി. മുൻഭാഗം 6 വയസ്സ് പ്രായമാകുമ്പോഴേക്കും എപ്പോഴെങ്കിലും ഒന്ന് കുളിക്കാൻ സ്വന്തമായി കുട്ടിക്ക് അവസരം കിട്ടും. സോപ്പൊക്കെ തേച്ച് ശരീരം അനങ്ങും, സ്കില്ലുകൾ ഉറക്കും, ആത്മവിശ്വാസം കൂടും. ഏത് ഉമ്മയാ 6 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തമായിട്ട് കുളിക്കാൻ വിടാം? നമ്മളുടെ ഒരു മെസ്സേജ് ഉണ്ട്, നീ ചെയ്താൽ ശരിയാവൂല, ഞാനല്ല. അങ്ങനെ കുട്ടി 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് കുട്ടി തീരുമാനിക്കും, ഞാനൊന്നും കൊള്ളൂല, ഉമ്മയാണ് ഉണ്ടാക്കിയാണ്. എവിടെയാ കുട്ടിക്ക് അവസരം കിട്ടുന്നത്? ഒരു കുട്ടി സ്വന്തം കുപ്പായം 2 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ഒരുവിധം കുപ്പായിട്ട് തുടങ്ങണം. കാരണം ബട്ടൺ ഇടുക എന്ന് പറയുമ്പോൾ അതിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ട്, അത് സ്കില്ല. 6 വയസ്സാകുമ്പോഴേക്ക് ഒരുവിധം ഡ്രസ്സുകളൊക്കെ കുഞ്ഞിന് ഇടാൻ പറ്റും. കുഞ്ഞിന് അവസരം കൊടുക്കണം. ക്വസ്റ്റ്യൻ: 3 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തമായിട്ട് കുളിക്കാൻ നിങ്ങൾ ഒരിക്കലും സ്ട്രക്ചേർഡ് അല്ലാതെ വിടരുത്. കുഞ്ഞ് മുഴുവൻ വെള്ളവും എടുത്ത് ഉപയോഗിച്ച് കുളി കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇടയ്ക്ക് അവസരം കൊടുക്കുക, ഒബ്സർവ് ചെയ്യുക, ചെറുതായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. നമ്മളിതൊക്കെ ചെയ്യുന്നത് കുഞ്ഞിന്റെ സ്വന്തം ഡെവലപ്മെന്റിന് വേണ്ടി. ഈ നിൽക്കുന്ന കുട്ടികളൊക്കെ 3ന്റെയും 6ന്റെ ഇടയ്ക്കുള്ള കുട്ടികൾ. എറിക്സൺ പറഞ്ഞ ഓട്ടോണോമസ് വേഴ്സസ് ഷെയിം ഓർ ഗിൽറ്റ് എന്നാണ് ആ പ്രായത്തിന്റെ പ്രത്യേകത. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഭാവം. ഒരു പ്രശ്നമുണ്ടോ? ഒരു ഫാക്കൽറ്റി വരുന്നു, ക്ലാസ് എടുക്കും, വലിയ ആൾക്കൂട്ടം നിൽക്കും, ഒന്നുമില്ലല്ലോ, അവരുടെ ലോകം. അധികാരമൊക്കെ ഉണ്ട്, അതാണ് നടന്നു പോകുന്നത്. എന്റെ ഉമ്മ ഭയങ്കര പോസിറ്റീവ്നെസ്. നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് 2 ഷൗട്ട് ചെയ്ത് വിചാരിച്ചോ? ഒരൊറ്റ ഷൗട്ട് മതി അവർ ലൈഫിൽ അവർ ഷെയിമിലേക്ക്. ഈ ഒരൊറ്റ ഷൗട്ട് കൊണ്ട് 15 വയസ്സുള്ള കുഞ്ഞ് തലതാഴ്ത്തിയിരിക്കുന്നുണ്ട്. നമുക്കത് അറിയില്ല ഏത് വയസ്സ് സംഭവിച്ച പരിപാടിയാണ്. ഞങ്ങൾ ഇത്തരം കുട്ടികൾക്ക് തെറപ്പി കൊടുക്കാറുണ്ട്. അപ്പൊ 3 വയസ്സിലെ ഇൻസിഡൻസിലേക്ക് 3 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ നാട്ടിലൊരു പാപ്പ കുടിച്ചു വെച്ച് ഗ്ലാസ് എടുത്തിട്ട് അടുക്കളയിലേക്ക് പോകുന്ന രംഗം നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയാൽ ആ സമയത്ത് ആളുടെ മനസ്സിലുള്ളത് എന്താ? എനിക്ക് ലക്ഷ്യം പൂർത്തീകരിക്കണം, ഇതിനെടുത്തിട്ട് അപ്പുറം കൊണ്ടുപോകണം, എന്റെ ഉമ്മ ചെയ്യുന്ന പോലെ എനിക്കൊരു വലിയ ആളാകണം. ചൈൽഡ് ഈസ് ഫാദർ ഓഫ് മാൻ. കുഞ്ഞു മനുഷ്യന്റെ. അപ്പൊ നമ്മളെന്താ ചെയ്യാം? നിങ്ങൾ പറ, നമ്മളെന്താ ചെയ്യാം? നല്ല കുട്ടി, നീ വേഗം പോയി എടുത്തു വെക്കുന്ന പറയാ.
നമ്മുടെ ഉള്ളിൽ ഉള്ള ആള് വർക്ക് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന എല്ലാം അപ്പോൾ തിരിച്ച് ശരിയാക്കണം. നീ എടുക്കണ്ട, നിന്നോടല്ലേ ഞാൻ പറഞ്ഞ നീ എടുക്കാൻ പാടില്ല, നീ എടുത്താൽ പൊളിഞ്ഞോവൂലേ? വീണ്ടും നെഗറ്റീവ് മെസ്സേജ്. കുട്ടി തിരിച്ചറിയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉമ്മ പറയുന്നു ഞാൻ വലുതല്ല, ഞാൻ ചെറുതാണ്. അതേസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, കുഞ്ഞത് കൊണ്ടുപോകുന്നു, താങ്ങി പിടിച്ച് പലതും നേടിയെടുക്കാനുള്ള കഴിവ് അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും താങ്ങി പിടിച്ചെടുത്ത് അക്കരെ എത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ? ഓ അവിടെ എത്തിച്ചു പോയി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞടക്കലല്ല, ഓടിച്ചെന്ന് അയാളുടെ നെറ്റിയിൽ നിങ്ങൾ ചുംബനം കൊടുത്ത് ഇന്നലെ കൊണ്ടുവന്ന ചോക്ലേറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഉടൻ സമ്മാനദാന ചടങ്ങ് എല്ലാരെയും വിളിച്ചിട്ട് കുഞ്ഞ് പറക്കും. അവന്റെ ഉള്ളിൽ അതൊക്കെ ഇട്ട് 3.5 വയസ്സുള്ളൊരു കുഞ്ഞൊരിക്കൽ ഒരു ചോക്ക് എടുത്തിട്ട് അതിനെ വിമാനത്തിന്റെ ചിറക് വരച്ചു, കണ്ണും വരച്ചു. ഉമ്മയും ഒപ്പയും ഒക്കാക്കാൻ ഇരിക്കുന്ന സാഹസിൽ കുഞ്ഞ് ഇങ്ങനെ കാണിച്ചു, വിമാനം പറന്നു. എന്നിട്ട് കുട്ടി ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിന്നു. കുട്ടി ഇമാജിനേഷന്റെ അങ്ങേ അറ്റത്ത് പോവാ കേട്ടോ. ഉപ്പാർന്നു, അത് വിമാനം ചോക്കിന്റെ കഷ്ണല്ലേ, വേണ്ടാത്ത ഓരോരോ പരിപാടികൾ പോയാട്ടെ. 18 വയസ്സായപ്പോൾ ചെക്കനെ വിളിച്ചിട്ട് ഉപ്പാർന്നു, നീ ഭയങ്കര മിടുക്കനാണ്, വാപ്പ ഒരുപാട് വിമാനയാത്ര നടത്തിയിട്ടുണ്ട്, വാപ്പാക്ക് ഒരു ആഗ്രഹമുണ്ട്, നീ ഒരു പാലറ്റ് ആയിക്കോ. ഒരു പാലറ്റ് ആകാൻ 10 ലക്ഷം 30 ലക്ഷം ഉറുപ്പിക വേണമെന്നാണ് കേട്ടത്, അത് പ്രശ്നമല്ല, ഞാൻ തന്നോളാം. കുട്ടി അറിഞ്ഞു ആകാശത്ത് പറക്കാനാ, എനിക്കത് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല. എന്താ കാരണം? 3 വയസ്സില് സങ്കല്പത്തിന്റെ ചിറക് വിരിച്ചിട്ട് അങ്ങനെ ഒരു ലോകം പണിയാൻ നോക്കി അവന്റെ ചിറക് ആരാ കട്ടിയത്? നോക്കൂ, നമ്മൾ അറിയാണ്ട് കുട്ടികളെ പലതും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തീർന്നിട്ടില്ല. ഒരു കുഞ്ഞിന്റെ എഡ്യൂക്കേഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളതിന് നിങ്ങൾ 3 വയസ്സിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, 6 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കൃത്യമായ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അവന്റെ ലേണിംഗ് തുടങ്ങുന്നുണ്ട്. എറിക് ബാൻ TA സൈക്കോളജിയുടെ പിതാവ്, അദ്ദേഹം പറഞ്ഞു, ഒരു കുഞ്ഞ് 4 പ്രാവശ്യം ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെടുന്നു. 4 ജന്മങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. അത് 4 കിട്ടിയാൽ നമ്മുടെ കുട്ടിയുടെ വളർച്ച പൂർണ്ണമാണ്. അപ്പൊ രക്ഷിതാവിന്റെ റോൾ എന്താ? 4 കിട്ടാൻ വേണ്ടി കുഞ്ഞിനെ പ്രാപ്തമാക്കുക, അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് റോൾ. അപ്പൊ ഇത് എവിടുന്ന് തുടങ്ങുന്നു? ഗർഭാവസ്ഥയിൽ തുടങ്ങുന്നു. ഗർഭാവസ്ഥയിൽ എന്താ കുഞ്ഞിന് ചെയ്തു കൊടുക്കുക? നിങ്ങൾ പറ, എന്താ കൊടുക്കുക? ഗർഭാവസ്ഥയിൽ ഉമ്മാന്റെ മനസ്സിന്റെ സമാധാനം. ഒന്നാമത്തെ ബർത്ത് എറിക് ബാന്റെ അഭിപ്രായത്തിൽ എംബ്രിയോളജിക്കൽ ബർത്ത്. ഗർഭിണിയായ ഉമ്മാന്റെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ ഈ LD ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞു വരുന്ന കുട്ടികളെ ഒക്കെ കൈകാര്യം ചെയ്ത് നോക്കുമ്പോൾ ഭൂരിപക്ഷം പ്രശ്നവും ഗർഭാവസ്ഥയിൽ ഉമ്മ അനുഭവിച്ച ടെൻഷനാണ് കാരണം. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ കൂടുതലാണ്. നമുക്ക് പ്രാർത്ഥനയുണ്ട്, നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, പല പരിപാടികളുണ്ട്. പക്ഷെ മനസമാധാനം കിട്ടാനുള്ള സാധ്യത നമുക്ക് കുറച്ച് കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഉമ്മമാർക്ക് എന്താ കാര്യമായിട്ട് പണി? നമ്മുടെ ഓഫീസിൽ പോയാൽ അവര് അത്യാവശ്യം TV ഒക്കെ കണ്ടിങ്ങനെ നമ്മള് ഫ്രീസറും പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് സമയം ഇഷ്ടം പോലെ. അപ്പൊ റിയാലിറ്റി ഷോ കൃത്യമായി കാണുന്ന ഒരു ഉമ്മാനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കെ. ഗർഭിണിയാണ്, ഉമ്മ ഇഷ്ടപ്പെട്ട ഒരു താരമുണ്ട്, അവൻ എങ്ങനെയെങ്കിലും ഫൈനലിലെത്തണം എന്ന് ആഗ്രഹിച്ച തീരുമാനിച്ച കുട്ടിനോട് പറഞ്ഞു, നോക്കണേ കുട്ടി വിളിച്ചു പറഞ്ഞു, ഉമ്മ ചീനച്ചട്ടിയിൽ വറവിട്ടിട്ട് ഇങ്ങനെ ഇളക്കുക, മോനെ ഇന്നാണോ ഔട്ടാണോ? ഭയങ്കര ടെൻഷനാണ്. കുട്ടി വിളിച്ചു പറഞ്ഞു, ഉമ്മ ഔട്ട്. ടെൻഷൻ, സ്ട്രെസ്. ഉമ്മാന്റെ ഉള്ളിൽ എന്തോ ഒന്ന് കത്തിയാളി. ആ കത്തിയാളൽ ഉമ്മയുടെ ഉള്ളിൽ ഓവർ എൻസൈം പ്രൊഡക്ഷൻ നടത്തും. അത് മതി, ഒരുപക്ഷെ കുഞ്ഞിന് പ്രശ്നമാണ്. ഈ 21 വയസ്സ് കൊച്ചു കുഞ്ഞ് ഒരു സുന്ദരി ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സമയം ഏതാണ്ട് മഗ്‌രിബായിട്ട്. ഗേറ്റിന്റെ അടുത്ത് ഇന്നോവ വന്ന് നിന്നു. ഇന്നോവയിലെ ഈ പെൺകുട്ടി കയറി, പിറകിൽ 2 ചെറുപ്പക്കാരും. വണ്ടി അതിശീഘ്രം പോയി, വഴിക്കുന്ന വേറൊരു യുവാവും കയറി.
ഇനി അതൊരു അരണ്ട വെളിച്ചമുള്ള ബംഗ്ലാവിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. സമയം അപ്പോഴത്തേക്ക് മരുവ്. ഒരാൾ ഇറങ്ങിയിട്ട് ബംഗ്ലാവിന്റെ ചാവി തുറന്നു, വാതിൽ തുറന്നു. പെൺകുട്ടി അകത്തേക്ക് കയറി, പിന്നാലെ 3 ചെറുപ്പക്കാർ. ബംഗ്ലാവിന്റെ വാതിലടഞ്ഞു. നോക്കാം, ഇന്നത്തെ സീരിയൽ അവസാനിച്ചു. ഉമ്മാന്റെ ടെൻഷൻ. പഠിച്ചോനെ, ഒരു 21 വയസ്സുള്ള ബാല്യക്കാർക്കും 13 ചെറുപ്പക്കാരും ഒന്നിച്ചു. ബദിരീങ്ങളെ കാക്കണെന്നെല്ലാം പറഞ്ഞ ഉമ്മ നേർച്ചു. ഈ ഭയങ്കര ടെൻഷനായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഉമ്മ പ്രാർത്ഥിച്ചത്? ഉമ്മ മണിക്കൂറിന് 50,000 രൂപ ഫീസ് വാങ്ങിയിട്ട് ഏതോ ഫ്ലാറ്റിൽ കിടന്നുറങ്ങുന്ന പെണ്ണിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. TV മാധ്യമങ്ങളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും റിയാലിറ്റിയാണ് എന്ന് വിചാരിച്ച് വെറുതെ ടെൻഷൻ അടിക്കുമ്പോൾ ജനിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഒന്നാമത്തത് എംബ്രിയോളജിക്കൽ ബർത്ത് ആണ്. രണ്ടാമത്തത് ഫിസിക്കൽ ബർത്ത്. അത് 9 മാസം പ്രവൃത്തിയായാൽ 10 ദിവസം ആയാൽ ആശുപത്രിയിൽ നടക്കുന്ന ജന്മം. അത് സാധാരണ നടക്കുന്നുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ജന്മം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് അങ്ങനെ നടക്കും. എന്നാൽ 3ാമത്തെയും 4ാമത്തെയും ജന്മം കിട്ടാത്തവരാണ് നമ്മുടെ കുട്ടികളെ എത്തിക്കുന്നത്. 3ാമത്തെ ജന്മം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ബർത്ത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദിവസവും ഒരു ചുംബനെങ്കിലും കൊടുക്കാറുണ്ട്, ഒരു നല്ല വാക്ക് പറയാറുണ്ട്? എന്റെ കണ്ണിൽ നോക്കി 10 മിനിറ്റ് വർത്താനം പറയുന്നുണ്ടോ? കൊച്ചു കുഞ്ഞിന്റെ കണ്ണിൽ നോക്കിയിട്ട് ഒരു 10 മിനിറ്റ് വർത്താനം. കൊച്ചു കുഞ്ഞ് ഇവിടെ ഇല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ കൊടുക്കുക, കുഞ്ഞിന്റെ 2 വർത്താനം പറയാം. അപ്പം ഇങ്ങനെ മനഃശാസ്ത്രപരമായ ജന്മം കിട്ടാത്ത കുട്ടി നാളെ കുഴപ്പക്കാരായി മാറാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഉമ്മയും കുട്ടിയും തമ്മിൽ നടക്കുന്ന ട്രസ്റ്റ് ഫോർമേഷൻ. 0 വയസ്സിന്റെ 1 വയസ്സിന്റെ ട്രസ്റ്റ് ഫോർമേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന് എത്ര വയസ്സ് വരെയാണ് പാല് കൊടുക്കുന്നത്? സാധാരണ 2 വയസ്സ്. ഖുർആന്റെ ഭാഷയിൽ അൽ വാലിദാത്തു യുർദിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ. 2 വയസ്സ് പൂർത്തിയാക്കുന്നത്. എന്തിനാ അങ്ങനെ ഒരു പാല് കൊടുക്കാൻ 2 കൊല്ലം അള്ളാഹു തെരഞ്ഞെടുത്തത്? കൃത്യമായ ഒരു അജണ്ട അതിന്റെ പിന്നിലുണ്ട്. ഒരു കുട്ടിയുടെ വളർച്ചയുടെ അടിസ്ഥാനപരമായ ഭാഗം പൂർത്തിയാകുക എന്ന കാര്യമുണ്ട്. പാല് കൊടുക്കുമ്പോൾ പാല് മാത്രമല്ലല്ലോ കുഞ്ഞിന് കൊടുക്കുന്നത്. ആണോ? നമ്മൾ പാല് കൊടുക്കുന്ന അടുത്ത് പോയി നോക്കി ആ ഭാഗത്തേക്ക് അന്നേരം നമ്മൾ പോകില്ല. പാല് കൊടുക്കുമ്പോൾ എന്താ നടക്കുന്നത് നിങ്ങൾ നോക്കൂ. പാല് കൊടുക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകാൻ സൂറത്തുൽ ഹജ്ജിലെ ഒരു ആയത്ത് നമ്മൾ ഓർമ്മിക്കണം. സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഇന്ന സൽസലത സാഅതി ലശൈഉൻ അദീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുഖാൻ വമാ ഹും ബിസുഖാൻ. നോക്കൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ഭീകരമായ ഒരു സംഭവം. അതിന്റെ ഭീകരത ബോധ്യപ്പെടുത്താൻ എന്താ പറഞ്ഞത്? അന്നത്തെ ദിവസം മാത്രമാണ് പാല് കൊടുക്കുന്ന സമയത്ത് ഉമ്മ കുഞ്ഞിനെ വലിച്ചെറിയുള്ളൂ, മറ്റൊരിക്കലും ചെയ്യൂല. പാല് കൊടുക്കുന്നത് നമ്മൾ ഉമ്മാനെ വിളിച്ചാൽ വരില്ല, ഒട്ടുതീരട്ടെ. എന്തിനാ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയത്? ഈ കുഞ്ഞിന് ഉമ്മാന്റെ അടുത്ത് എന്തോ കിട്ടണം. അതെന്തല്ല കിട്ടുന്നത്? പാല് മാത്രമല്ലല്ലോ. ഉമ്മ കുഞ്ഞിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും, കുഞ്ഞുമ്മാന്റെ കണ്ണിലേക്ക് നോക്കും. ഐ കോണ്ടാക്ട്, ട്രസ്റ്റ് ഫോർമേഷൻ. കുഞ്ഞുമ്മാന്റെ മാറെടുത്ത് ചാഞ്ഞു കിടന്ന് സന്തോഷത്തിലാണ്, അത് ആനന്ദം. ഉമ്മയുടെ മുലക്കണ്ണിയും കുഞ്ഞിന്റെ ചുണ്ടും തമ്മിൽ ചേർപ്പ് ഉണ്ടാകുന്ന കുഞ്ഞിന് കിട്ടാവുന്ന ഒരു പ്രത്യേക അനുഭൂതി. ഉമ്മ കുഞ്ഞിനെ പുറത്തിങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കും, തലോടിക്കൊണ്ടേ, ഇതെല്ലാം കൂടി ചേർന്ന് 2 വയസ്സ് കുഞ്ഞിന് സ്ഥിരമായി കിട്ടുമ്പോ അവന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന പോസിറ്റീവ് എനർജി അവനെ വലിയൊരാളാക്കി മാറ്റും 2 വയസ്സ് കൊണ്ട്. പലപ്പോഴും ഈ പീരീഡിൽ കിട്ടിയിരിക്കുന്ന നെഗറ്റീവായ ചിന്തകൾ കൊണ്ട് വൈകല്യമുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നഖം കടിക്കുന്ന കുട്ടികൾ, പായല മൂത്രിക്കുന്ന കുട്ടികൾ. ഞാൻ റിയാദിലൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യോത്തര വേളയിൽ ഒരു ഉമ്മ അണിയിട്ടുണ്ട്, ചോദിച്ചു, എന്റെ കുഞ്ഞിന് 2 വയസ്സായി, തലത്തിട്ട് ഇങ്ങനെ ചുമരിന്റെ അടിക്കുക സാറേ, ഭയങ്കരമായിട്ട് തലയിട്ടടിക്കുക. ഉമ്മാന്റെ അടുത്തും ഉപ്പാന്റെ അടുത്തും കുട്ടിക്ക് എന്തോ കിട്ടാനുണ്ട്.
പിറ്റേ ദിവസം സെഷന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ടിപ്സുകൾ. അൽഹംദുലില്ലാ ദിവസം 25 പ്രാവശ്യമുള്ളത് 10-12 പ്രാവശ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പം പലതും നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടും കൊടുക്കാൻ പാടില്ലാത്തത് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അവസരം. അപ്പൊ സൈക്കോളജിക്കൽ ബർത്ത് കുഞ്ഞിന് കിട്ടാണ്ടുണ്ടാവുമ്പോൾ കുഞ്ഞ് വളർച്ചാപരമായ പ്രശ്നങ്ങൾ ധാരാളമായി. നിങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ അറിയാം നമുക്ക്. അതുകൊണ്ട് നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക് അതിന് നീട്ടിയിരിക്കും. മനഃശാസ്ത്രപരമായ ജന്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുഞ്ഞിന് പ്രശംസ കൊടുക്കുക. പ്രശ്നത്തിനെ കുറിച്ച് പറഞ്ഞു, ടച്ചിനെ കുറിച്ച് പറഞ്ഞു, കണ്ണിലേക്ക് നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പ്രശംസ വളരെ പ്രധാനപ്പെട്ട. നിങ്ങളുടെ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ് ഒരു നോട്ട്ബുക്കും കൊണ്ട് നമ്മൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഡിക്റ്റേഷനിൽ 8 out of 10 10 കിട്ടി. ഉമ്മ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് വിവരമുള്ള ഉമ്മയാണെങ്കിൽ അത് വാങ്ങി നോക്കിയിട്ട് പറയും 10 8 ഉള്ളൂ, ബാക്കി 2 ഇവിടെ. അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് 10 out of 10 നമുക്ക് നെഗറ്റീവ് സ്ട്രോക്ക്. ഇനി വേറൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ എന്താ ചെയ്യാന്ന് പറഞ്ഞാല്, നീ നോട്ടൊക്കെ കൊണ്ടേക്ക്, നീ എനിക്ക് ഞാൻ അപ്പം തരാം, എനിക്ക് നേരമില്ല. കണ്ടോ, നോട്ട് സ്ട്രോക്ക്. എന്റെ മികവിനെ ഉമ്മ തിരിച്ചറിയുന്നത്. ഇവരുള്ള ഉമ്മ എന്താ ചെയ്യാൻ പറഞ്ഞാല് 1 മിനിറ്റ് നേരം തന്റെ എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് ഈ നോട്ട് വാങ്ങി നോക്കിയിട്ട് 10ൽ 8 കിട്ടിയോ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ചുപ്പനം കൊടുത്ത് എന്റെ കുഞ്ഞ് നന്നായി പഠിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ ചെവിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചെവി നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടോ? അത് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഭാര്യന്റെ ചെവി പറഞ്ഞോ, കുട്ടികളെ ചെവി പറയണോ? നിങ്ങളെ കുഴപ്പക്കാരനായ ഒരു കുട്ടി ഇങ്ങനെ നടന്ന് പോകുമ്പോ നമ്മൾ എന്താ പറയാ, കുരുത്തക്കിടങ്ങാനും കാണിച്ചില്ലെങ്കിൽ പറയാം, അങ്ങനെയാണ്. നീ കുഴപ്പം ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. അതിലെ കുഴപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതിന് ഞാൻ നിങ്ങൾക്ക് വേറൊരു രീതിയിലാണ്. അതിന് മുമ്പ് ഞാൻ പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്, ഞാൻ ഇനി പറയുന്ന കാര്യം, ഇനി പറയാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരും നിങ്ങളെ വീട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ പാടില്ല. ഇനിയിപ്പോ കുറച്ചു നേരം നിങ്ങളെ വീട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കാനേ ചിന്തിക്കാനേ പാടില്ല. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന പോയിന്റിൽ മാത്രം എന്ത് ചിന്തിക്കാൻ പാടില്ല, വീട്ടിനെ കുറിച്ച് മാത്രം നിങ്ങളിപ്പോ ചിന്തിക്കരുത്. 1-2 മിനിറ്റ്. ഇപ്പൊ ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ സമയം നിങ്ങളെ മനസ്സിൽ വീട്ടിലെ ചിന്തയല്ലേ വന്നത്? അധികാന്റെ മനസ്സിൽ. അതെ, കാരണം നോട്ട് ഉപയോഗിച്ച് പറയുന്നതൊന്നും ഉള്ളിലത്തെ മനസ്സെടുക്കും. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നല്ലോണം കരയുന്ന കുഞ്ഞ് ഇഷ്ടമല്ലാണ്ട് കരയുന്ന, അവിടെ 1 മിനിറ്റ് നേരം നിങ്ങളൊന്ന് പുറത്തിറങ്ങി ആ കുഞ്ഞിനെ ഒന്ന് തലോടി തിരിച്ചു വരിക. എന്നിട്ട് അല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളും ജമാഅത്തായിട്ട് കരയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ആർക്ക് ബുദ്ധിമുട്ടും. ഒരു ഇമാമിനെ കാത്തു നിൽക്കാവേ, എല്ലാവരും കരയും. അതുകൊണ്ട് നിങ്ങള് കരയുന്ന സമയത്ത് ഒന്ന് കൂട്ടി പുറത്തേക്ക്. കുട്ടിക്ക് ഇത് അറിയില്ലല്ലോ, സാധാരണ ഫാമിലി ക്ലാസ്സിൽ ഉണ്ടാവുന്നു. അപ്പോ നിങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിമിഷം ചിന്തിക്കരുത് എന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് പോയത്? നമ്മുടെ ഉള്ളിലേക്ക് മനസ്സ് നോട്ടിനെ എടുക്കൂല. നീ തോറ്റിട്ടിങ് വരല്ലേ എന്ന് പറഞ്ഞ ആള് തോറ്റിട്ടിങ് വന്നിട്ട്, അതേസമയം എനിക്ക് ഉറപ്പിട്ട് നീ ജയിച്ചിട്ട് വരും എന്ന് പറഞ്ഞാലോ അയാൾ അതിനെ എടുക്കുകയും. പ്രശംസ കുഞ്ഞിന്റെ ഉള്ളിൽ അപാരമായ ശക്തി കൊടുക്കും. ഉമ്മാന്റെ വാപ്പാന്റെ വാക്കുകളെ കുഞ്ഞിന് വലിയ വിശ്വാസം ആണ്. നമ്മളതിനെ പോസിറ്റീവ് അഫർമേഷൻ. മാത്സിന്റെ പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യം തോറ്റതാ. പരീക്ഷ എഴുതാൻ പോകുന്ന നേരത്ത് ഉമ്മ അവനോട് പറഞ്ഞു, മാത്സ് ആണ് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, പൊട്ടിയേക്കണ്ട. നല്ല ഉമ്മ. വേറൊരു ഉമ്മ എന്ത് പറഞ്ഞു, കഴിഞ്ഞതെല്ലാം നീ മറന്നിട്ടുണ്ട് മോനെ, ഉമ്മാക്ക് ഉറപ്പുണ്ട് ഈ പരീക്ഷയിൽ നീ ഒന്ന് ഉഷാറാക്കും. ആ കുട്ടി കുറച്ചുകൂടി അച്ചീവ് ചെയ്യും. കാരണം 1ാമത്തെ ഉമ്മ കൊടുത്തത് നെഗറ്റീവ് അഫർമേഷൻ ആണ്, 2ാമത്തെ ഉമ്മ കൊടുത്തത് പോസിറ്റീവ് അഫർമേഷൻ. പോസിറ്റീവ് അഫർമേഷൻ നല്ലോണം പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു പ്രവർത്തനം കാണിക്കാം. നമ്മളെ കൂട്ടുന്ന കുട്ടികൾ ആരെങ്കിലും ഒരു 10 വയസ്സുള്ള കുട്ടികൾ ആരെങ്കിലും വരും. 10 വയസ്സുള്ള കുട്ടി ആരെങ്കിലും ആൺകുട്ടികളോ?
ഒന്ന് രണ്ട് കുട്ടികൾ വന്നാൽ ഞാൻ ചെറിയ പെൺകുട്ടിയാലും കുഴപ്പമില്ല. പെൺകുട്ടി ഇല്ല, രണ്ടാള് വന്നിട്ടുണ്ട്. ഇതിലാരാ ഉഷാർ? രണ്ടാളും വെട്ടുന്നതിന് ഏതാണ്ട് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഞാൻ ഇവനെ ആദ്യം വന്ന ആളെ വിളിക്കാം. നീ അവിടെ ഇരുന്നു കേട്ടോ. ഞാനൊരു ചെറിയ പ്രവർത്തനം ഈ കുഞ്ഞിനെ കൊണ്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നിശബ്ദത വളരെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ. ഒരു മിനിറ്റെങ്കിലും കുട്ടികൾ നിശബ്ദമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് വിജയിക്കാം, അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ശബ്ദത്തിന്റെ പ്രശ്നമായിരിക്കും. ഇനി ഹൗ അവന്റെ പേര് എവിടെയാ വീട്? അഴീക്കോട് സാറ് കല്യാണം കഴിച്ച കണ്ണൂർ അഴീക്കോട് ചെങ്ങല്ലൂരാണ്. സിനാന്റെ ഉമ്മ വന്നു, ഉപ്പാന്ന്. ഉപ്പാന്റെ പേര് സിനാൻ. എത്ര വയസ്സായി? 9.5 വയസ്സ്. സിനാന് സാറ് പറയുന്ന പോലെ ചെയ്യോ? ഇവിടെ നല്ല കുട്ടിയല്ലേ? സാറിന് വിശ്വാസമുണ്ടോ? സാറ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. നോക്കിക്കോളൂ. സിനാന് കണ്ണടച്ചു. ഇനി എല്ലാം സാറ് പറഞ്ഞോളൂ. കണ്ണടച്ചു. സിനാൻ ശ്വാസം എടുത്ത് കൊടുത്തു. സിനാൻ കൈ ഇങ്ങനെ വെച്ചോളൂ, നേരെ കറക്റ്റായിട്ട്. മറ്റേ കൈയും വെച്ചോളൂ, അങ്ങനെ കറക്റ്റ്. രണ്ടും ലെവലായിട്ട്. സിനാൻ കുറച്ചു നേരം സാറ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കുറച്ചു നേരം ശ്രദ്ധിച്ചു കേട്ടോ. സിനാന് സാർ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. സാറിന്റെ മാജിക് പവർ ഉപയോഗിച്ചിട്ട് സിനാന്റെ ഈ വലത്ത് കൈ സാറ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ പോവാണ്. സ്ട്രോങ് ആക്കട്ടെ. സ്ട്രോങ് ആക്കാൻ പ്രത്യേക ഒരു സാധനം എടുത്തിട്ട് അതിന്റെ മേലെ ഇങ്ങനെ സാറ് തടകുമ്പോ അത് സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണെന്ന് കാണുന്നുണ്ടോ? നല്ലോണം സ്ട്രോങ് ആവുന്നില്ലേ വലത്ത് കൈ? ഒരു വലിയ ഇരുമ്പ് പോലെ ഭയങ്കര സ്ട്രോങ് ആയിക്കോ. റെഡി അല്ലേ? സ്ട്രോങ് ആവുന്നുണ്ടല്ലോ ഈ കൈ. യെസ്, നല്ല സ്ട്രോങ് ആയി. തൊട്ടാലൊന്നും താഴെ പോവില്ല. കണ്ടോ? നല്ല സ്ട്രോങ് ആണ്. സിനാന്റെ ഇടത്ത് കൈ, മറ്റേ കൈ സാറ് വളരെ വീക്കാക്കാണ് കേട്ടോ. കാരണം അതിന്റെ അടിയിൽ ഇട്ടുമ്പോ അത് വീക്കാവും. അത് ജസ്റ്റ് ലൈക്ക് ഒരു വാഴയില പോലെ, പേപ്പർ പോലെ ആവും കേട്ടോ. കണ്ടോ? ഇത് വീക്കാണ്. ഈ കൈ വളരെ സ്ട്രോങ് ആണ്, ഇത് വളരെ വീക്കാണ്. സിനാൻ അങ്ങനെ വിചാരിച്ചു നിൽക്കുകയാണ്. സാർ അതങ്ങനെ ചെയ്തു. സാറിന്റെ ബാഗ് തുറക്കുകയാണ്. ഞാൻ ബാഗ് തുറന്നിട്ട് വീക്കായ കൈന്റെ മേലെ ഒരു നല്ല തൂക്കമുള്ള ഒരു തൂക്കക്കട്ടി ഇടുകയാണ്. തൂക്കക്കട്ടി തന്നെ വെയിറ്റ്. അപ്പൊ ആ കൈ അങ്ങനെ താണു പോകും വെയിറ്റിനനുസരിച്ച്. അത് കാരണം അത് വളരെ വീക്കായതുകൊണ്ടാണ്. അതിനനുസരിച്ച് കൈ താഴും. കൈക്ക് വേദന ഉണ്ടെങ്കിൽ കൈയടി കൊടുക്കും. കണ്ണ് തുറന്ന് നോക്കിയ, തൂക്കക്കെട്ടി നോക്കിയ, കൈക്ക് വേദന ഉണ്ടായോ? അല്ലേ? കുറച്ച് സി ഹൗ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാ സ്ത്രീകൾ കണ്ടില്ല അല്ലെ? സാരമില്ല, ചെറുത് ഓപ്പൺ ചെയ്താൽ മതി. ഇതില് ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. നല്ല കുട്ടിയെ കേട്ടോ. സാർ ഇത് കണ്ണടച്ചു. ഞാൻ ഈ കൈനെ കുറച്ചുകൂടി വീക്കാക്കി വിടുകയാണ് കേട്ടോ. ഇതിനെ വീക്കാക്കി. അല്ല, കഴിഞ്ഞു. നോ പ്രോബ്ലം. ഇനി വേണ്ട. ഞാൻ അന്നേരം ഇത് വീക്കാക്കി, ഇത് സ്ട്രോങ് ആക്കിയേ. സ്ട്രോങ് ആക്കി, ഇതിനെയും സ്ട്രോങ് ആക്കി. കണ്ണു തുറന്നു. ശരി, എന്താണ് നടന്നത്? എന്താണ് ആക്ച്വലി പാരന്റിങ്ങുമായിട്ടുള്ള ബന്ധം? നിങ്ങൾ നോക്കൂ, കുട്ടി വളരുന്നിടത്ത് എന്താ നടന്നത്? നിങ്ങൾക്ക് ഒന്നും പറയാനില്ല? എന്താ പറയാനില്ല? കോൺഫിഡൻസോ മാനസികോ? നമ്മുടെ നാട്ടിൽ മാനസികം എന്ന് പറഞ്ഞ ഭ്രാന്ത് എന്നർത്ഥം. മാനസികമായ പ്രശ്നം.
എത്ര പെട്ടെന്നാണ് നമ്മൾ മേലെ നിന്ന് കൊടുക്കുന്ന സജഷൻസ് കുട്ടികൾ എടുക്കുന്നത്. ഞാനാകെ 1 മിനിറ്റ് മാത്രം പരിചയമുള്ള ഒരു കുട്ടി, നോ പ്രോബ്ലം, ഞാൻ മേലെ നോക്കാം, എനിക്ക് മനസ്സിലായി. 1 മിനിറ്റ് മാത്രം ഞാൻ കുട്ടിയുമായി ബന്ധമുണ്ടാക്കി. ഒന്നും ചോദിച്ചുള്ളൂ, എന്റെ പേരും വീടും ഉപ്പായും ഉണ്ടോ എന്നങ്ങ് ചോദിച്ചുള്ളൂ. ഞാൻ അവനോട് എന്ത് പറഞ്ഞു ആ കുട്ടി ഉറച്ചു വിശ്വസിച്ചു. എന്തുകൊണ്ടാ? അയാളുടെ ഉള്ളിലത്തെ മനസ്സ് തുറന്നു. ചെറുത് മതി, വിശ്വാസമുള്ള ആള് പറഞ്ഞാൽ അത് കുട്ടി സ്വീകരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, രാവിലെ ആണെങ്കിൽ രാത്രി ആകുന്നതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം നെഗറ്റീവ് അഫർമേഷൻ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഉള്ളിലുള്ള മനസ്സത് എടുക്കും. ഇക്കൈ ഭയങ്കര കടുപ്പാന്ന്, ഇക്കൈ വീബിളാന്ന് പറഞ്ഞാൽ കൈ അപ്പൊ തന്നെ താഴാൻ തുടങ്ങിയെന്ന് നിങ്ങൾ പറയലില്ലേ? ഓനെ കണ്ടുപിടിക്കും, നിന്റെ കാര്യം പോക്ക, നീ എന്താ ഇങ്ങനെ 4 പ്രാവശ്യം കേട്ടാൽ മതി, കുട്ടി തീരുമാനിക്കും ഞാൻ പോയിരിക്കുന്നു. ആരാ ഉത്തരവാദി? എന്തെല്ലാം കൊടുക്കുന്നുണ്ട് ദിവസവും. പ്രായത്തിനനുസരിച്ചുള്ള സ്ട്രോക്കുകൾ കൊടുക്കൂല. ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവ് മനസ്സിലാക്കിയിട്ട് കുട്ടിനെ കൈകാര്യം ചെയ്താൽ കുട്ടി എവിടെ എത്തും? കേരളത്തിലെ കുട്ടികൾക്ക് കൂടുതലും കിട്ടുന്നത് കെ കൊണ്ട് തുടങ്ങുന്ന 2 കാര്യങ്ങളാണത്രേ. ഒന്നുകിൽ കിസ് അല്ലെങ്കിൽ കിക്ക്. കിസ് എന്ന് പറഞ്ഞ ചുംബനം, നല്ല വാക്ക്. ഒരു ചിത്രം വരച്ചുകൊണ്ടാണ് 1ാം ക്ലാസ്സിലെ കുട്ടി നോക്കുമ്പോ ഒരു കടലാസ്, അതിലൊരു വര ഇങ്ങോട്ട്, കുട്ടി പറഞ്ഞു ഇത് പുഴ, ഒരു വര ഇങ്ങോട്ട്, ഇത് ഇലക്ട്രിക് പോസ്റ്റ്, അതിന് താഴെ വേറെ വര, ഇത് താഴ്വര, മേലേക്കൊരു വര, ഒരു കുന്ന്. ഉമ്മ നോക്കി, ഇതെന്ന 4 വരയും വെച്ചിട്ട് കുന്നും താഴ്വരയോ? ഇത്താത്താന്റെ കണ്ടുപിടിക്കേ കിട്ടി നെഗറ്റീവ് സ്ട്രോക്ക്. ഒരു കുഞ്ഞിന്റെ ഇമാജിനേഷന്റെ ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? കുഞ്ഞിനെ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തിലെടുക്കാത്തത്? അതാണ് എന്റെ ചോദ്യം. കുഞ്ഞിന് എന്തുകൊണ്ടാണ് വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്തത്? നമുക്ക് കുഞ്ഞ് എത്രയാ പെട്ടെന്ന് വളരാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞിന് അവസരങ്ങൾ കൊടുക്കാൻ എന്തേ നമുക്ക് പറ്റാത്തത്? നമ്മുടെ നാട്ടിലെ കുട്ടിയുടെ ബുദ്ധിപരമായ വളർച്ചയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമ്മുടെ നാട്ടില് ആട്ട മടഞ്ഞു കൊടുക്കാറുണ്ട് കുഞ്ഞിന്. ആട്ട അറിയോ? ചപ്പാത്തി ഇടുന്നതല്ല, ഓലനെ കൊണ്ടുണ്ടാക്കുന്ന പന്ത്. എന്റെ നാട്ടിലൊക്കെ അതിന് അങ്ങനെ പറയാം. എന്റെ ഉമ്മയൊക്കെ ആ നിലക്ക് ഒരുപാട് അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഓലനെ കൊണ്ടുള്ള പന്ത് ഉണ്ടാക്കിയിട്ട് കുഞ്ഞിന് കളിക്കാനിട്ട് കൊടുക്കും പഴയ ഉമ്മമാര്. 10 മിനിറ്റ് കൊണ്ട് കുഞ്ഞ് ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ അത് വീണ്ടും അഴിച്ചിട്ട് ഓലയാക്കിയിട്ട് ഉമ്മാന്റെ അടുത്ത് കൊണ്ടുകൊടുക്കും. ഉമ്മ അറിയൂ കുരുത്തം കെട്ടോൻ. കുരുത്തം കെട്ടോൻ 4 പ്രാവശ്യം കേൾക്കുമ്പോ തന്നെ കുഞ്ഞ് 7 വയസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു. മനസ്സിൽ ഉറപ്പിക്കാം. നമ്മൾ ഷഹാദത്ത് കലിമ പഠിച്ചാല് ഞാൻ കുരുത്തം കെട്ടോൻ. പിന്നെ കുറെ കഴിയുമ്പോൾ നാവ് കൊണ്ട് ഒഴിവാക്കി പറയാൻ തുടങ്ങും. ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒഴിവാക്കി പറയലാണല്ലോ ഷഹാദത്ത്. ഞാനും കുരുത്തം കെട്ടോനാ, നീ ആരാ? കുട്ടി പറയൂ. ഇതെല്ലാം നമ്മൾ കൊടുത്ത സ്ട്രോക്കിന്റെ പ്രശ്ന. ഈ ആട്ട എന്തുകൊണ്ടാ കുട്ടി, എന്താ കാരണം കുഞ്ഞ് ഈ ആട്ടയെ ഓലയാക്കി തരാനുള്ള കാരണം എന്താ? കുഞ്ഞിന്റെ പിന്നെ അറിയാത്തത് അറിയാനുള്ള ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. അത് ജന്മനാ പഠിച്ച കൊടുത്തതാ. കണ്ടിട്ട്, നോക്കിയിട്ട്, ടേസ്റ്റ് ചെയ്തിട്ട്, മണത്തിട്ട്, സ്പർശിച്ചിട്ട്, രുചിച്ചിട്ട് ഇതെന്താന്ന് അറിയണം. അറിയാണ്ട് വിടൂല. അവന്റെ ഉള്ളിൽ ജന്മന ഉള്ളതാ. ഉപ്പാപ്പാന്റെ പ്രഷറിന്റെ ഗുളികയും കൊണ്ടൊരു വാപ്പ വീട്ടിൽ വന്നു. പ്രഷറിന്റെ ഗുളിക ഒരു കവറിലിട്ടിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു കുളിക്കാൻ പോയി. ഇതൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന സിറ്റുവേഷൻസാ. മിടുക്കനായ 4 വയസ്സുകാരനുണ്ട് വീട്ടില്. ഇവൻ വന്ന ഉടനെ തന്നെ നോക്കാൻ തുടങ്ങി. ഇവൻ നാളത്തെ വലിയ നോക്കുന്ന ആളാ, മാനേജറാ, ഒബ്സർവറാ. ഇവൻ ഇങ്ങനെ നോക്കി, ഉപ്പ കുളിക്കാം, ഇത് കണ്ടുപിടിച്ച് അടങ്ങുള്ളൂ. ഇതെന്താ സാധനം അറിയണം. നോക്കൂ, ഇവൻ എടുത്തിട്ട് മണപ്പിച്ച് നോക്കി. ആദ്യത്തെ ഇന്ദ്രിയം ഉപയോഗിച്ചു, ഒന്നും മനസ്സിലായില്ല. ചെവിക്ക് വെച്ച് കുളിച്ചു നോക്കി, ഒന്നും മനസ്സിലായി. 2ാമത്തെ ഇന്ദ്രിയം ഇങ്ങനെ നോക്കി. ഇയാൾ കൈ കൊണ്ട്, ഒന്നും മനസ്സിലായില്ല. ഇനി 2 ഇന്ദ്രിയ വാക്കിൽ കണ്ണുകൊണ്ട് നേരത്തെ നോക്കി. ഇവൻ കടലാസ് പൊളിച്ച് എന്നിട്ട് ഗുളികയാ കയ്യിലെടുത്ത്. ഇനി ബാക്കിയുള്ള ഒരു ഇന്ദ്രിയം നാവിന്റെ വില വെച്ച് നോക്കി. വാപ്പ കുളിച്ചിട്ട് വരുമ്പോ നോക്കുമ്പോ ഗുളികന്റെ പാക്കറ്റ് പൊളിച്ചിട്ട് ചിതറിക്കിടക്കുന്ന ഒരു ഗുളിക ഇവന്റെ വായില്. 4ാം വയസ്സുകാരൻ. നിങ്ങളാ വാപ്പയ്ക്ക് നിങ്ങൾ എന്താ ചെയ്യാം? നല്ല കുഞ്ഞമോനെ നല്ല ടേസ്റ്റ് നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കി എന്ന് പറയോ? കൊടുക്കും 2 തല്ല്. ബാക്കി അടുക്കളയിലും നമ്മൾ ചെലവാക്കും നമ്മുടെ നെഗറ്റീവ് എനർജി മുഴുവൻ. കുഞ്ഞെന്താ പേടിച്ചത്? കുഞ്ഞിന് അകത്തുള്ളത് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി കുഞ്ഞിന്റെ മനസ്സ് തുടിക്കുന്നു, ബുദ്ധി ഉണരുന്നു. എല്ലാ ഇന്ദ്രിയം ഉപയോഗിച്ചു. തല്ല് കിട്ടിയതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇന്ദ്രിയം ഉപയോഗിച്ചുള്ള പഠിപ്പിന് അവനെ കിട്ടൂല. മുഗഫലായി.
ക്ലാസ് റൂമിൽ അങ്ങനെ ഇങ്ങനെ, കാരണം അങ്ങനെയുള്ള പഠിപ്പിനൊന്നും ഞാൻ തയ്യാറാണ്. നിങ്ങളിടുന്ന് 200 റിയാലിന്റെ ഒന്നാം തരം പാവക്കുട്ടിയെ വാങ്ങിയിട്ട് കൊടുത്തയച്ചു. നാട്ടിലൊരു പുതിയ കുട്ടിയുണ്ട്, അവനെ സ്മാർട്ട് ആക്കണം. എല്ലാവരുടെയും ആഗ്രഹം കുഞ്ഞിനെ സ്മാർട്ട് ആക്കണം. 200 റിയാൽ എന്ന് പറഞ്ഞ നാട്ടിലെ പൈസ എത്രയാ? വലിയ പൈസയാ. ഇവൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, മിടുക്കനായ കുട്ടി 3 വയസ്സുകാരൻ, ഇവൻ അതിനെ 2 ദിവസം കളിച്ചു. 3-ാമത്തെ ദിവസം ഇവൻ അതിനെ 4-5 കഷ്ണാക്കി പൊട്ടിച്ച് അട്ടി വെച്ചിട്ട് ഉമ്മാനെ വിളിച്ചു. ഉമ്മ വാ, നല്ല രസമല്ലേ കാണാൻ. ഉമ്മക്ക് ദേഷ്യം പിടിച്ചു. പിറ്റേത്തെ വെള്ളിയാഴ്ച വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു, കുട്ടി നിങ്ങൾ വളർന്ന പോലെ തന്നെ വളരുന്നത് കാണുന്നേ, എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? കുട്ടിന്റെ ക്യൂരിയോസിറ്റി ഉണ്ട്, കുറച്ചേ കുട്ടിക്ക് ഇഷ്ടാവും, പിന്നെ അതിന്റെ ഉള്ളിലെല്ലാം അറിയണം, പിന്നെ പുതിയത് കിട്ടണം, ആർക്കും അറിയാത്തത് കണ്ടെത്തണം. അവൻ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് മെല്ലെ മെല്ലെ പോവുക. ആ സമയത്ത് നിങ്ങൾ പാര വെച്ചാൽ കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്ക് തടസ്സം. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ മനസ്സിലാക്കൂ, കുട്ടിയെ തിരിച്ചറിയൂ, കുട്ടിയുടെ കണ്ടെത്തൂ, കുട്ടിക്ക് അവസരങ്ങൾ കൊടുക്കൂ. ഇനി ഈ രീതിയിൽ കുഞ്ഞിനെ വളർത്തുമ്പോൾ തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വേറൊരു കാര്യം, സ്നേഹം കിട്ടാത്ത കുട്ടി ലോകത്ത് കുഴപ്പക്കാരനായി നിൽക്കുന്നു. സ്നേഹം കൂടുതൽ കിട്ടിയ കുട്ടി ലോകത്ത് വീണ്ടും കുഴപ്പക്കാരനായി നിൽക്കുന്നു. രണ്ടിന്റെ ഇടക്കാ കിട്ടുന്നത്. നമുക്ക് 3 രീതിയിൽ കുട്ടികളെ വളർത്താം. 3 സ്റ്റെപ്പ് ആരുടെയും. ഒന്നാമത്തത് മൈ വേ എന്ന് പറയുന്ന രീതിയുണ്ട്. മൈ വേ സ്റ്റൈൽ എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന പോലെ നീ വളർന്നോളണം. ഞാനിവിടെ ദമാമിലെ ഹോസ്പിറ്റലിൽ ഒരു നഴ്സ് എന്റെ അടുത്ത് ഞാനൊരു സെഷൻ കഴിഞ്ഞതിന് ശേഷം വന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ല. എന്തിന്? കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ. നിങ്ങളാണ് ഇവൻ എല്ലാ സ്വാതന്ത്ര്യവും വെച്ചു കൊടുക്കുന്നത്. അമ്മ, നീ ഇങ്ങനെ ആയതുകൊണ്ടാ കുട്ടി ഇങ്ങനെ. നിങ്ങളൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ തർക്കം ഉണ്ടാവും. നിങ്ങളെ ചിരി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. ആ മൈവേ രീതിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് ഒരവസരവും കൊടുക്കൂല. ഞാൻ പറയുന്ന കുപ്പായം തന്നെ നിന്നിട്ടോളണം, ഞാൻ പറയുന്ന അത്രയും ചോറ് തിന്നോളണം, ഞാൻ പറയുന്ന സമയത്ത് കിടന്നുറങ്ങിക്കൊള്ളണം. നോക്കുങ്ങൾ, കുഞ്ഞിന് യാതൊരു അവസരവും കൊടുക്കാണ്ട് ഡൂസ് ആൻഡ് ഡോൺസ്, അത് ഇത് ചെയ്യാണ്ടിരിക്കുക. ഹിറ്റ്ലർ ഇത്ര ചീത്തയാവാനുള്ള കാരണം, ഹിറ്റ്ലറുടെ മെയിൻ കാപ്പി പറയും, എന്റെ പപ്പ വീട്ടിൽ വന്നാൽ എന്നെ വിസിലിട്ടിട്ടാ വിളിക്കുക, വടി കൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ, എന്റെ പേര് ചൊല്ലി വിളിക്കൂല, ജീവിതത്തിൽ എനിക്ക് സ്നേഹം എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര ക്രൂരനായിപ്പോയി. ഞാന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തവരുടെ ജോലി ചെയ്യുമ്പോൾ ഒരു പയ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, 9ാം ക്ലാസ്. അവൻ പറഞ്ഞു, സാറേ എന്റെ വാപ്പ SI ആണ്. ഞാൻ പറഞ്ഞു, നിനക്കെന്നാല് അത് കണ്ട് പഠിച്ച് നീ ഒരു IG പോസ്റ്റിലേക്ക് നീ സ്വപ്നം കാണണം, അങ്ങനെയാണല്ലോ നമ്മൾ മോഡലിംഗ് എന്ന് പറയാം. ഇവൻ എന്നോട് പറഞ്ഞു, അതല്ല സാർ പ്രശ്നം, ബാപ്പ വീട്ടിലെത്തിയാലും SI തന്നെ, അതാ പ്രശ്നം. മൂപ്പര് ലാത്തി താഴെ വെക്കില്ല. ഉപ്പ SI, ഉമ്മ ഒരു വനിതാ പോലീസും, കുറ്റവും കുറവെല്ലാം കണ്ടുപിടിച്ച് കുഞ്ഞിനെ ശരിയാക്കി കളയും. എന്താ അതിന്റെ അങ്ങനെ വരാനുള്ള കാരണം എന്നറിയോ? നമ്മുടെ ഉമ്മയും ഉപ്പ എങ്ങനെയാണോ വളർത്തിയത് അതേ സ്റ്റൈൽ ഓഫ് പാരന്റിംഗ് ആണ് നമ്മളോട്. ഉമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഉപ്പ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, അത് തന്നെ എടുക്കും. ഇപ്പൊ മൈ വേ, എന്റെ വരച്ച വരി എന്ന് പറയുന്ന രീതി, കുട്ടി അവസരം കിട്ടിയാൽ പൊളിച്ചു പുറത്തിയാടും. നമ്മൾ പറയലല്ലേ, 15 വയസ്സായക്കുമ്പോൾ സ്വഭാവം എല്ലാം മോശമായിരിക്കുന്നു. എന്താ കാരണം? കൂട്ടിലിട്ട തത്തയെ പോലെ വളർത്തി കുഞ്ഞിനെ. ഇതിന്റെ 2ാമത്തെ വേർഷൻ ഉണ്ട്. ഞാൻ നേരത്തെ വടകരയിലെ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത്, പെർമിസീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ യുവർ വേ, നിന്റെ ഇഷ്ടം. ഒരു കുട്ടിയല്ലുള്ളൂ, അവൻ എല്ലാ ഇഷ്ടവും കൊടുത്തു. 5ാം ക്ലാസ്സിലെത്തിയപ്പോ അവൻ പറഞ്ഞ്, കളിക്കാൻ എനിക്കൊരു കമ്പ്യൂട്ടർ ഗെയിമിന് വേണ്ടി ഒന്ന് വാങ്ങിച്ചു, അത് വാങ്ങിച്ചു കൊടുത്തു. 6ാം ക്ലാസ്സിൽ സൈക്കിള്, 7ാം ക്ലാസ്സിൽ ശരിയായ മൊബൈൽ. അത് ഞാൻ വാങ്ങിത്തരൂല എന്ന് പറഞ്ഞപ്പോ കുട്ടി കുഴപ്പങ്ങളുണ്ടായി. പെർമിസീവ് രീതിയിൽ കുഞ്ഞിന്, അതായത് യുവർ വേ, നിന്റെ ഇഷ്ടം പോലെ. അമ്മ, ഞാൻ ഇന്ന് പല്ല് വെക്കാണ്ടാ ഉറങ്ങുന്നു. ഉറങ്ങി. ഞാൻ നീ ഡ്രസ്സ് മാറ്റുന്നില്ല, രാവിലെ കളിക്കും വിട്ടതാ. എന്റെ കുഞ്ഞുമോൻ മാറ്റണ്ട, നോക്കിയേ. ഉമ്മ, ഞാൻ TV കണ്ടോട്ടോ. നീ കണ്ടോ. ഉമ്മ, ഞാനിന്ന് സ്കൂളിൽ പഠിക്കുന്നില്ല, നീ ചെയ്തോ. ആവശ്യമുള്ളതെല്ലാം ആളുകൾ വിചാരിച്ച് സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനെ വേദനിക്കാണ്ട് വളർത്തലാണ്. ചിലപ്പോ അപകടം ചെയ്യും. ധാരാളം റിസൾട്ടുകളുണ്ട് അങ്ങനെ ചെയ്തത്. 3ാമത്തത്, ഇത് രണ്ടിന്റെയും ഇടയിലുള്ളത് അവർ വേ എന്ന് പറയുന്ന സ്റ്റൈലാണ്.
അവർ എന്ന് പറയുന്ന സ്റ്റൈലിൽ കുഞ്ഞിന് ശിക്ഷയും കിട്ടും, രക്ഷയും കിട്ടും, സ്നേഹവും കിട്ടും, സ്ട്രോക്കും കിട്ടും. കുഞ്ഞിന് ശിക്ഷണവും കൊടുക്കും, കുഞ്ഞിന് തലോടലും കിട്ടും. അത് പാകമായ രീതിയിൽ കൊടുക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന രീതി അതാണ്. ആവശ്യത്തിന് കറക്ഷൻ ചെയ്ത് കുഞ്ഞിനെ ശിക്ഷണം കൊടുത്ത്, കുഞ്ഞിന് സ്നേഹം കൊടുത്ത്, കുഞ്ഞിനെ വഴികാട്ടുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. ആ രീതിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് പണിഷ്മെന്റ് കൊടുക്കും. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി ചോദിക്കുന്നു, നിങ്ങൾ കുട്ടികളെ തല്ലാറുണ്ടോ? തല്ലുന്നവർ കൈവയ്ക്കും. നേരത്തെ തല്ലുമ്പോ അല്ലല്ല, തല്ലല് മോശമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ സമ്മാനം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ തല്ലല്ലേ കൊടുക്കല്? ഉറപ്പല്ലേ? ലോകത്തിൽ കുട്ടിയുടെ ബിഹേവിയർ നേരെയാക്കാൻ എന്താ മാർഗം? നമ്മളെല്ലാരും വിചാരിച്ചു ശിക്ഷ മാത്ര, പേടിപ്പിക്കല് മാത്ര. ഒരു കുട്ടി ഉമ്മ പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ വഴക്ക് പറയാത്ത സമയമില്ല, ശിക്ഷിക്കാത്ത നേരമില്ല, ഗുണദോഷിക്കാത്ത സമയമില്ല. എന്നിട്ട് ഇവനെന്താ ഇങ്ങനെ? നിങ്ങളൊരു വഴി പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അതോ ഇപ്പൊ ഈ കേസയിലാണ് സംഭവം. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ സെഷൻ തീർത്തു. ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വാസപൂർവ്വം ചെയ്യുമോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, എന്നാലും ഞാനങ്ങ് പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികള് അടിക്കുക, വഴക്ക് പറയുക, നിരന്തരമായി ഗുണദോഷിക്കുക, എന്നിട്ടൊന്നും കുട്ടി ശരിയായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മാസത്തേക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുന്ന. ഇതൊന്നും കൊടുത്തിട്ട് ശരിയാകുന്നില്ലെങ്കിൽ വേറെ വഴി നമുക്ക് നോക്കാലോ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, കുറച്ചൊക്കെ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കുഞ്ഞു വളരുക, അതിന്റെ ഇടയിൽ ഇങ്ങനെ 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 നശിപ്പിക്കുക ഉമ്മ, അതിന്റെ പിന്നാലെ കൂടിയിട്ട്. എവിടെയോ നമ്മളെടുത്ത് മിസ്സിംഗ് ഉണ്ട്. നമ്മളെ സമീപനം നമ്മളെ കുട്ടിക്ക് ഇഷ്ടാകുന്നുണ്ട് നമുക്ക് ആർക്കാ ഉറപ്പുള്ളത്? ഇനി ശിക്ഷ. കുഞ്ഞിനെ തല്ലാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഉമ്മ തച്ച ഒരു പ്രശ്നവുമില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അകാരണമായിട്ടാവരുത്. ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് കുറച്ചു നേരം ചോദ്യോത്തര സെഷനിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ചോദ്യോത്തരങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഓപ്പൺ ചെയ്ത്. സ്ത്രീകൾക്ക് ചോദ്യം ചോദിക്കാൻ എന്താ വഴി? എഴുതി ചോദിക്കും, മൈക്ക് ചോദിക്കും. ഒരു പ്രശ്നം, ആ മൈക്കം കൊടുക്കും, ആ സമയത്ത് കൊടുക്കും. ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ റിയാദിലൊരു പ്രോഗ്രാം കഴിഞ്ഞ വീട്ടിൽ എനിക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുട്ടി പോയിട്ട് പറഞ്ഞു, നല്ല ക്ലാസ്. കുട്ടികൾ കൂടിയിട്ടായിരുന്നേ. ഞാനിവിടെ നോക്കട്ടെ ഇവിടെ എന്തെല്ലാം മാറ്റം വരുന്നുണ്ട് ഉപ്പാന്റെ ഉമ്മാന്റെ മുന്നിൽ നിന്നിട്ട്. അതുകൊണ്ട് ഇതും സംഭവിക്കും നിങ്ങളൊക്കെ ഇതൊക്കെ. അതുകൊണ്ട് എൻജോയ്, സാരമില്ല. പറയാൻ മാത്രം അവൻ ശ്രദ്ധിച്ചല്ലോ. ഞാൻ പറഞ്ഞത് ശിക്ഷ എന്ന് പറയുന്ന കാര്യം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടാണ് മനഃശാസ്ത്രം വേണ്ടിയിട്ട്. സമ്മാനം പോലത്തെ രണ്ടും സ്വഭാവം നേരെയാകാൻ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ 3 കാര്യം ശ്രദ്ധിക്കണം. മിനിമം സമ്മാനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ. ഒന്നാമത്തത് എന്താണ്? സമ്മാനം നമ്മൾ കൊടുക്കുമ്പോൾ അത് ആനുപാതികമായിട്ടാണ് കൊടുക്കുക. ഇവിടെ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ മദ്രസ ഉണ്ടല്ലോ, അല്ല അന്നൂർ മദ്രസയില് ഒരു കുഞ്ഞിന് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചു. നമ്മളൊരു സ്വീകരണ ചടങ്ങ് വെച്ചു. സ്റ്റേറ്റിൽ ഫസ്റ്റ്. അപ്പൊ നമ്മൾ സ്വീകരണ ചടങ്ങിൽ കുട്ടിക്ക് ഒരു അവാർഡ് കൊടുത്തു. ആ അവാർഡിൽ നോക്കുമ്പോ 5 റിയാലിന്റെ ഒരു പെന്ന. കുട്ടി, നിങ്ങൾ കുട്ടിന്റെ അർഹതക്കനുസരിച്ചാണോ കൊടുത്തത്? അല്ല. എന്നാൽ ക്ലാസ് ടെസ്റ്റിൽ ഒരു കുട്ടിക്ക് ഫസ്റ്റ് വാങ്ങി. മദ്രസയിലെ ക്ലാസ് ടെസ്റ്റിൽ ഫസ്റ്റ്, മാസം തോറും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതിന് നിങ്ങൾ 100 റിയാലിന്റെ ഒരു സമ്മാനം. കണ്ടോ? ഇതേ രീതി തന്നെ ശിക്ഷക്കും പ്രധാനമാണ്. ഇന്നലെ രാത്രി നിങ്ങൾ ആ ഫ്ലാറ്റ് 12 മണി വരെ തുടച്ച് വൃത്തിയാക്കി ഉമ്മ കഷ്ടപ്പെട്ടിട്ട് വളരെ വൃത്തിയാക്കി വെച്ചു. 3 വയസ്സുകാരൻ കളറടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കളറും വെള്ളവും കൊണ്ട് പോയി വരുമ്പോൾ കംപ്ലീറ്റ് തുളുമ്പിയിട്ട് നിലത്ത്. ഉമ്മക്ക് ദേഷ്യം വന്നു. കളറ് നിലത്ത്.
വടിയെടുത്തിട്ട് കൊടുത്തു 2 എണ്ണം. ചെറിയ കാര്യം അതിന് വലിയ ശിക്ഷ കൊടുത്തുപോയി. അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിനൊന്ന് നുള്ളിയാ മതി, അല്ലെങ്കിൽ കണ്ണു മുഴിച്ച് പേടിപ്പിച്ചാൽ മതി. അതാ ഞാൻ പറഞ്ഞത്, ശിക്ഷ നിങ്ങൾ കൊടുക്കുന്നത് ചെയ്ത തെറ്റിന്റെ അനുപാതത്തിലായിരിക്കും. ഒന്നാമത്തത്. 2, സമ്മാനം നമ്മൾ ലേറ്റ് ആയിട്ട് കൊടുക്കൂല. ഒരു കുട്ടിക്ക് ജയിച്ചാൽ പെട്ടെന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ശിക്ഷയും. വാപ്പ വരട്ട്, വാപ്പ മെഡ്രാസിലാ, ഓറ് വന്നിട്ട് ഞാൻ കാണിച്ചു ഒരാഴ്ച എന്റെ ഉപ്പ വന്നു കോടതി കൂടി. നിങ്ങളൊരു കുട്ടി കുഴപ്പം കാണിച്ചാൽ അന്നേരം കൊടുക്കണം. സമ്മാനം അങ്ങനെ തന്നെ. കാരണം ടൈംലി കറക്ഷൻ ആണ് ബിഹേവിയറൽ മോഡിഫിക്കേഷന്റെ സത്ത. ടൈംലി കറക്ഷൻ. ആ ടൈമിൽ കറക്റ്റ് ചെയ്യോ, അത് റിസൾട്ട് ഉണ്ടാക്കും. മൂന്നാമത്തത് നമ്മൾ ആരും ചെയ്യാത്തത്, സമ്മാനം കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുമ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല വാക്ക് പറയും, നിനക്ക് സമ്മാനം കിട്ടുന്നത് ഇന്ന കാര്യം കൊണ്ട്. നല്ല ഫീഡ്ബാക്ക്. ശിക്ഷ കഴിഞ്ഞിട്ട് 3 ദിവസം മിണ്ടാത്ത ഉമ്മമാരൊക്കെ ഉണ്ട് ചിലപ്പോ കുട്ടികളോട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയെ ശിക്ഷിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കും. എന്താ സംസാരിക്കും? മോനെ, നിന്നെ അടിച്ചത് ഉമ്മാക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, എന്റെ കുട്ടീനത് ആവർത്തിക്കരുത് കേട്ടോ ജീവിതത്തിൽ. ഉമ്മാന്റെ ഇഷ്ടക്കനിയല്ലേ? ഞാൻ ചെയ്യും. മനസ്സിൽ അത് വേദനയും പോയി, മനസ്സിൽ അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷ കൊണ്ട് തർബിയത്ത് നടക്കുന്ന, അല്ലെങ്കിൽ കുഞ്ഞിന് ശിക്ഷ വേറെ ഉണ്ടാവും, കുഞ്ഞിന്റെ പെരുമാറ്റം അത് മോശമായി ബാധിക്കും. എത്ര ശിക്ഷിച്ചിട്ടും കുഞ്ഞ് നേരെയാവാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയാൻ സമയമുണ്ടെങ്കിൽ പറയാനുള്ളത് കൗമാരക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പറയുന്നൊരു വിഷയമാണ്. കൗമാരത്തിലെ പ്രശ്നങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഇങ്ങോട്ട് ലാസ്റ്റിൽ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരുള്ള ഒരു ബന്ധത്തിന്റെ കുറച്ച്, നമുക്ക് ടൈം എത്ര വരെ ഉണ്ടെന്ന് പറയൂ. പെട്ടെന്ന് അധ്യക്ഷന് ഇടപെടും. 10:45, 11 മണി വരെ, 11:30 വരെ. അപ്പൊ കുഴപ്പമില്ല. ഇനി നിങ്ങൾക്കൊരു 15 മിനിറ്റ് നേരം ചോദ്യം ചോദിക്കാനുള്ള അവസ്ഥ. ഈ കോഡ്ലെസ് മൈക്ക് ഒന്ന് വിതരണം കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അവിടെ എണീറ്റുണ്ടെന്ന് ചോദിക്കും. എനി ഡൗട്ട്? എന്തെങ്കിലും ആണുങ്ങള് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗം? എനിക്ക് തോന്നുന്നു അവർ ചോദിക്കുന്നു. ഒന്ന് കറങ്ങി. നിങ്ങൾ ചോദിക്കാം. എഴുതി കൊടുത്ത് പെന്നും കുറച്ച് കടലാസും കൊടുത്താൽ അവർ എഴുതിത്തരും. ആ സമയത്ത് മൈക്ക് വാങ്ങിയിട്ട് ആണുങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ആണുങ്ങളായിട്ടും ചോദിക്കും. ആര് ചോദിക്കാത്തോണ്ട് ഒരു ചോദ്യം ചോദിക്കണം. അതുകൊണ്ട് ചോദിക്കണ്ട, ഞങ്ങൾക്ക് ആവശ്യമില്ല. ചോദിക്കാനുള്ളൊരു പ്രചോദനം എന്നുള്ള ഇപ്പൊ ഇവിടുന്ന് കളിപ്പാട്ടം നാട്ടിൽ കൊടുത്തയച്ചപ്പോ കുട്ടി അത് 4 കഷ്ണാക്കി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പള്ളിയിലൊക്കെ പറയും ചെറിയ കുട്ടികളെ പള്ളിക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ പിശാചിന്റെ ഒരു ഇതുകൊണ്ട് പള്ളിയിലേക്ക് ചെറിയ കുട്ടികളെ നിസ്കരിക്കുമ്പോ കുട്ടികളെ ശല്യം ഉണ്ടാക്കുമ്പോ ഇമാമ് പറയുന്നുണ്ടല്ലോ നമ്മുടെ. അപ്പൊ ഈ പിശാചിന്റെ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു പ്രവണത കൊണ്ട് കുട്ടികളെ കേടുവരുത്തില്ല കളിപ്പാട്ടം എന്ന ചോദ്യം. അതായത് ഈ ചെറിയ കുട്ടികള് പിശാചിന്റെ ഒരു ഇത് അതിലുണ്ടാവുമല്ലോ, കുട്ടികളെ പല ഇതും പ്രേരിപ്പിക്കുന്ന. അപ്പൊ അങ്ങനെ കുട്ടികള് കളിപ്പാട്ടം കേടുവരുത്തില്ല. കളിപ്പാട്ടം മാത്രമല്ല, ഉമ്മാന്റെ കയ്യും കേടുവരുത്തും, പിന്നെ മറ്റേ അനിയത്തിനെയും കേടുവരുത്തും. നമ്മള് പൈശാചികം എന്ന് പറയുന്ന കാര്യത്തില് മനഃശാസ്ത്രപരമായ വേറെ വ്യാഖ്യാനമുണ്ട്. കുട്ടിയുടെ അൺമെറ്റ് നീഡ്സ്, നെഗറ്റീവ് സപ്രഷൻസ്. അത് കേസ് വേറെയാണ്.
ആളുടെ ഉള്ളിൽ നോയിസ് ടെൻഡൻസി. അത് ചെറിയ പ്രായത്തിൽ മാത്രമല്ല, 10 വയസ്സുള്ള കുഞ്ഞ് മൃഗങ്ങളെ ഉപദ്രവിക്കും, ഉമ്മാനെ ഉപദ്രവിക്കും, കുട്ടികളെ ഉപദ്രവിക്കും, കല്ലെടുത്തെറിയും, മറ്റവന്റെ പെണ്ണെടുത്തിട്ട് നിബ് കുത്തി പൊട്ടിക്കും. ധാരാളം കുട്ടികളെ കണ്ട കോണ്ടാക്ട് ഡിസോർഡർ എന്നാ പറയാം. അത് എല്ലാ കുട്ടികളിലും ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് അവന്റെ ഉള്ളിൽ ഉള്ള നെഗറ്റീവ് എനർജിയുടെ റിസൾട്ടാണ്. ഇത് വേറെ നല്ല ചോദ്യം. സ്റ്റാർട്ടിങ്. ഇന്ന് പ്രവാസികളുടെ ഇടയില് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് പറയുന്നതാണ് കുട്ടികൾക്ക് വലിയ ആളുകളുടെ അതേ ബിഹേവിയർ ആണ്. കുട്ടികൾ പെരുമാറുന്നത് വലിയ ആളെ പോലെയാണ്. അതിനുള്ളൊരു പരിഹാരം ഏത് പ്രായത്തിലുള്ള കുട്ടികളെ? സാധാരണ ദിവസം ഒരു 5 വയസ്സായ കുട്ടിയൊക്കെ അവന്റെ വായന്ന് പലപ്പോഴും വരിക വലിയ ആളുകളുടെ സംസാരത്തിന്റെ ഒരു ശൈലിയാണ്. അപ്പൊ അതിനെന്താണ് പരിഹാരം? ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഒന്ന്, 7 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് കുട്ടി മോഡൽ ചെയ്ത് തുടങ്ങും. വലിയ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ കുട്ടി അതിനെ എടുക്കും. നിങ്ങൾ കേരളത്തിലെ 3-5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഒരു ഇഷ്യൂ 4-5 വർഷം മുമ്പ് പത്രത്തിൽ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെന്താ പറഞ്ഞത്? UKG പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി ലേറ്റായി 20 മിനിറ്റ്. അപ്പൊ CBSE സ്കൂളിലെ ഡിസിപ്ലിൻ അനുസരിച്ച് കുഞ്ഞിനെ പുറത്താക്കി, ഗെറ്റ് ഔട്ട് നാട്ട് പുറത്താക്കിയപ്പോ ടീച്ചറ് നേരെ നിന്നിട്ട് കുട്ടി 9 ചീത്ത വാക്കുകൾ ഉപയോഗിച്ചു. 9 എണ്ണം. കാരണം അത് വലിയ കേസായി പിന്നെ മാറി. അവസാനം മോനെ മോളെ എന്നൊക്കെ വരുന്ന കുറെ വാക്കുകളില്ലേ നാട്ടിലെ ചേരി പ്രദേശത്തൊക്കെ ഉപയോഗിക്കുന്ന, അതെല്ലാം കുട്ടി ഉപയോഗിച്ചു. അപ്പൊ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കുട്ടിനെ പുറത്താക്കി പാരന്റ്സിനെ കൗൺസിലിങ്ങിന് വിളിച്ചു. കൗൺസിലിംഗിൽ രക്ഷിതാക്കളോട് ചോദിച്ചു, ഈ ഇത്രയും വാക്കുകൾ ആരാണ് കുഞ്ഞിനെ പഠിപ്പിച്ചത്? അപ്പൊ വാപ്പ പറഞ്ഞു, ഞാനതൊന്നും പഠിപ്പിച്ചില്ല, ഞാൻ വീട്ടിലുണ്ടായാലെന്നില്ല. നമ്മൾ അധികം അതാ പറയാ, നീയാണ്. ഉമ്മ പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കുമ്പോ അധികം പറയുന്ന വാക്കല്ലേ അതിൽ 4-5 എണ്ണം എന്ന് പറഞ്ഞു. അന്നേരം ബാപ്പ പറഞ്ഞു, അന്നേരം നീ എന്നോട് തിരിച്ചു പറയുന്നല്ല, ബാക്കി നേരം. അപ്പൊ മാക്സ് ദാറ്റ് ഈസ് മോഡലിംഗ്. അപ്പം നമുക്ക് കുട്ടി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അങ്ങനെ മോഡലിംഗ് കിട്ടുന്നുണ്ട്. മോഡലിങ്ങിനെ 2 രീതിയിൽ എടുക്കാം. എടുക്കേണ്ടതിനെ കുട്ടിക്ക് പ്രോത്സാഹിപ്പിക്കുകയും എടുക്കാൻ പാടില്ലാത്തതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഞാൻ അൽക്കോബാറിൽ ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങാൻ വേണ്ടി 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരിലുള്ള ട്രെയിനിങ് ആണ്. അപ്പൊ കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കുന്നുണ്ട്, ഞാനൊരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നു. 6 വയസ്സുള്ള ഒരു കുഞ്ഞ് ഓടിച്ചാടി എന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് നോക്കും പോവും. അവസാനം എന്നോട് കുട്ടി വന്നിട്ട് പറഞ്ഞൊരു വാക്ക്, മുഷിഞ്ഞു പോയി അല്ലേ. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണോ അല്ല നിരുത്സാഹപ്പെടുത്തണോ? പ്രോത്സാഹിപ്പിക്കണോ? ഫ്രീ ചൈൽഡാ. ഞാൻ അതിനെ ഒരു മൊത്തം കൊടുത്തു, നല്ല വാക്ക്. ചില രക്ഷിതാക്കൾക്ക് അത് പറയുമ്പോൾ തന്നെ ബേജാറാവും, ഇതെന്താ വലിയാളെ പോലെ വർത്താനം പറയുന്നത്. അതുകൊണ്ടൊന്നും വലിയാളെ പോലെ വളരുന്നത് മോഡലിംഗിന്റെ ഭാഗമാണ്. പക്ഷെ അതിൽ പറയാൻ പാടില്ലാത്ത ചിലത് വരും. അതിനെ നമ്മൾ ആ ടൈമിൽ കറക്റ്റ് ചെയ്യും. കാരണം നമ്മൾ പ്രത്യേകിച്ചും വളരെ ചെറിയ തട്ടകത്തിൽ ജീവിക്കുന്നവരാണ് ഇവിടെ. ഒരു ബെഡ്റൂം, അത് തന്നെ നമ്മളെ ഡൈനിങ്, ആകെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചെറിയ കിച്ചൺ, ബാത്റൂം, തീർന്നു. ആ ഒരു ഏരിയയിൽ കുട്ടിക്ക് എളുപ്പം ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ അതുകൊണ്ട് ഒന്ന് കുട്ടിക്ക് കേൾക്കാൻ പാടില്ലാത്തത് കേൾപ്പിക്കാതിരിക്കുക, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുക. കുഞ്ഞ് എവിടെയെങ്കിലും മിസ്ബിഹേവ് ആയിട്ട് വർത്താനം പറയുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ആ സമയത്ത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന്റെ മേലെ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇത് ഇവിടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ഉണ്ടാകുക അല്ലെ, അവിടത്തേനേക്കാൾ. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും? ഉദ്ദേശിച്ചത് സാധാരണ 2-3 ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അതിന് അവരോട് ഞാൻ പറഞ്ഞ മറുപടി, ഈ കുട്ടികള് നിങ്ങളെയാണ് മോഡലാക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല ഈ കുട്ടികൾ ഒരിക്കലും മറ്റുള്ള കുട്ടികളെ കാണുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ നാട്ടിലേക്ക് പറഞ്ഞയച്ച് കുട്ടികളെ സോഷ്യൽ എക്സ്ചേഞ്ചിന് അവസരം കുട്ടികളെ മറ്റു ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാം. അപ്പൊ ആ ഒരു വിഷയം വന്നപ്പോൾ ആളുകൾക്ക് ഉദയകോട്ടങ്ങളൊക്കെ ചോദിച്ചു. 3.5 വയസ്സുള്ള കുട്ടിയെ കുറിച്ച് ചോദിക്കുന്നത്. നമ്മൾ കുട്ടികളായിട്ട്
കുട്ടികൾക്ക് നമ്മൾ ഇന്ററാക്ഷൻ വേണം, അതുപോലെ കുട്ടികളെ നമ്മൾ പ്രൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോ ചെയ്യുമ്പോ പ്രാക്ടിക്കല് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് കുട്ടികള് നമ്മളെ പിന്നെ കുറച്ചു നേരത്തേക്ക് നമ്മളെ സ്വതന്ത്രമായി നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഇത് തരുന്നില്ല. അപ്പൊ കുട്ടികൾ നമ്മളെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം? പൊസസീവ്നെസ് സ്വാഭാവികമാണ്. നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആവും, കുട്ടികള് നമ്മളോടൊപ്പം ഉണ്ടാവും, പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിൽ വേറൊരു ഇഷ്യൂ കൂടി സംഭവിക്കാം. ഞാൻ വിചാരിച്ചു നിങ്ങൾ അതാണ് ചോദിക്കാൻ പോകുന്നത്. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ വേണ്ടത്ര ഇതൊക്കെ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയുടെ 3.5 വയസ്സിലെ ഓട്ടോണോമസ് എന്ന് പറയുന്ന സ്റ്റേറ്റിനനുസരിച്ച് കൊടുക്കുന്നു. ഇപ്പൊ ഒരു 10 വയസ്സുകാരനുണ്ടാവും, അതും കാണണം. 10 വയസ്സുകാരൻ എന്ത് ചെയ്യും? കണ്ടില്ലേ, ബാപ്പാന്റെ മുഴുവൻ സ്നേഹം ടാപ്പ് ചെയ്തെടുക്കാൻ ഒരു സാധനം വന്നിരിക്കുന്നു, ഞാനിവിടെ വേസ്റ്റാ, അവൻ ഇവനുമായിട്ട് കോമ്പിയാണ്, കുഴപ്പങ്ങളുണ്ടാവും. ഇതൊക്കെ നടക്കാം. നിങ്ങൾ ഇപ്പൊ ഈ അനുഭവിക്കുന്ന പ്രശ്നത്തിന് വേറൊരു പരിഹാരമില്ല. നമ്മളത് ഇതിന് ലിമിറ്റ് ചെയ്ത് ടൈമിൽ മാത്രം കൊടുക്കുക, മിക്സ് ചെയ്തിട്ടും കൊടുക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം അത് മോശമായ ലേണിംഗ് ഉണ്ടാക്കും. ഒരു 10 മിനിറ്റ്സ് അല്ല 5 മിനിറ്റ്സ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം. രക്ഷിതാവിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയും. അത് ഒരേ സമയത്ത് ചൈൽഡും ഫാദറും അഡൽട്ടുമാകാൻ നമുക്ക് പറ്റണം. അത് കുട്ടിക്കും പറ്റും. വാപ്പ ഒന്ന് എന്റെ കൂടെ കളിക്കുമെന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി വരുമ്പോ നമ്മൾ 5 മിനിറ്റ് ചൈൽഡ് ആകണം, 1/2 മണിക്കൂർ ചൈൽഡ് ആകാൻ പാടില്ല. 5 മിനിറ്റ് ചൈൽഡ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ അഡൽട്ടിലേക്ക് പോകണം. എന്നിട്ട് പറയണം, ഇനി വാപ്പക്ക് കളിക്കാൻ നേരമില്ല, വാപ്പക്ക് മെയിലയക്കാനുണ്ട്, അതുകൊണ്ട് നീ പോയി കളിക്ക്. ആ നീ പോയി കളിക്കുന്ന മെസ്സേജ് കട്ട് ചെയ്യാനുള്ളത്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും, നിരന്തരമായി ചെയ്യുമ്പോൾ. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാ കുട്ടിക്ക്. പക്ഷെ കുഞ്ഞൊരു തീരുമാനം എടുത്തു, ഞാൻ കിടന്നുറങ്ങണമെങ്കിൽ എന്റെ ഉപ്പ എന്റെ കൂടെ കിടക്കണം. നിങ്ങളത് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആദ്യം പറയാം, 5 മിനിറ്റ് വാപ്പ എന്റെ കൂടെ കിടക്കും, കഥ പറയും. എന്നിട്ട് വാപ്പ എണീറ്റ് പോവേ, വാപ്പക്ക് വേറെ ഡ്യൂട്ടി ചെയ്യാനുണ്ട്. ആ ഡയലോഗ് കൃത്യമായി കൊടുക്കുകയും സ്ട്രക്ചർ ചെയ്തിട്ട് മാത്രം ഇതിന് അഫക്ഷൻ കൊടുക്കുകയും ചെയ്യുന്ന നന്നാവുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചൈൽഡ് ഈഗോയിൽ തന്നെ ആയിപ്പോവും. നമുക്ക് പാരന്റ് ഈഗോയിലേക്ക് മാറാൻ കഴിയില്ല, കുട്ടിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, കാൽക്കുലേറ്റഡ് അഡൽട്ട് ഈഗോയിൽ നിൽക്കാൻ പറ്റില്ല. സോ സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുക്കലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒട്ടും കൊടുക്കാതിരിക്കാൻ പാടില്ല. എഴുതിക്കൊണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ? ഞാൻ വെച്ചോളാം. അല്ല, 3.5 വയസ്സിൽ കുഞ്ഞിനെ LKG ചേർത്തില്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടി ഏജ് ഓവറായി പോകുമെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം? ഞാൻ LKG ചേർക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളുടെ ഏജ് ഓവറിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, LKGയിൽ കുഞ്ഞെല്ലാം പഠിച്ചിരിക്കണം, അക്ഷരങ്ങളൊക്കെ ഓർച്ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ തല്ലും എന്ന് പറയുന്നതിനോടെ ഞങ്ങൾ കേരളത്തിലെ അന്തരീക്ഷത്തിൽ 1-ാം LKG വിദ്യാലയങ്ങളുണ്ട്. കുഞ്ഞൊരു സാധനം എടുത്ത് കൊണ്ടുവന്നിട്ട് അടിയിരിക്കും, എന്നിട്ട് അത് ഉപയോഗിക്കും, എന്നിട്ട് അവന്റെ കളർ ബുക്കിൽ കളർ ചെയ്യും, അതെടുത്തിട്ട് അപ്പുറം കൊണ്ടേക്കും. ഇതൊക്കെ നടക്കും. പക്ഷെ ഇവിടുത്തെ സാഹചര്യത്തിലെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അതറിയണം. എന്തെന്ന് ഞാന് കുറെ ബുക്ക് പഠിപ്പിക്കലല്ല LKGയിൽ നടക്കേണ്ടത്. ഉമ്മാക്കും മനസ്സിലാകണം, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സ്കില്ല് മിസ്സാകുന്നുണ്ടെങ്കിൽ 6 വയസ്സെങ്കിലും ആകും അത് അക്വയർ ചെയ്യാം എന്നൊരു ധാരണ എത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആരും ബേജാറായിട്ട് കുട്ടിനെ സ്കൂളിൽ നിന്ന് വിഡ്രോ ചെയ്യണ്ട. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിക്ക് 5 വയസ്സ്, ഇളയ കുട്ടിക്ക് 2 വയസ്സ്. മൂത്ത കുട്ടിയെ എത്ര കെയർ ചെയ്താലും സ്നേഹം കൂടുതൽ ഇളയ കുട്ടിയോടാണ് എന്ന് പരാതി പറയും. ഞാനതാ പറഞ്ഞത്. നിങ്ങൾ ഒരിക്കലും ഒരു രക്ഷിതാവാകുന്നില്ല നിങ്ങളുടെ വീട്ടിൽ 2-ാമത്തെ കുഞ്ഞു ജനിച്ചാലല്ലാതെ. അതെന്താ അങ്ങനെ പറയും? കാരണം ഒരു കുട്ടിനെ നോക്കാൻ ഒരു പ്രശ്നവും ഇല്ല. 2-ാമത്തെ കുട്ടി വന്നാൽ സ്വാഭാവികമായും ഇവൾക്കിടയിൽ പ്രശ്നമായി. 2-ാമത്തെ, കാരണം ഈ കുഞ്ഞിന്റെ ഇടയിൽ നോക്കൂ നിങ്ങൾ, മൂത്ത കുട്ടിക്ക് 5 വയസ്സ്, 2-ാമത്തെ കുഞ്ഞിന്, ഇളയ കുട്ടിക്ക് 2 വയസ്സ്, 3 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. 3 വയസ്സ് വരെ വീട്ടിന്റെ അകത്ത് എനിക്ക് മാത്രം സ്വന്തമായിരുന്ന സ്നേഹവും കെയറും ഇഷ്ടവും ഇപ്പം വേറൊരാൾ കൊത്തിക്കൊണ്ടുപോവാ. അതുകൊണ്ട് ഞാൻ അവന്റെ ശത്രുവാണ്.
ഇനി മൂന്നാമത്തെ ഒരു കുഞ്ഞ് വീട്ടിൽ വന്നാൽ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്ന ആൾ ആരാണ്? മിഡിലുള്ള കുട്ടിയാണ്. ആ കുഞ്ഞിനെ സാൻഡ്വിച്ച് ചൈൽഡ് നാട്ടിലർ വിളിച്ചത്. റൊട്ടിന്റെ ഇടയിൽ വെക്കുന്ന കണ്ടില്ല സാൻഡ്വിച്ച്. ഇതിന്റെ ഇടക്ക് വിട്ടിട്ട് ഇയാൾ ശ്വാസം വിട്ടു. ഒന്നാമത്തെ കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി, ഇയാള് ലീഡറായി. ഇപ്പം വന്നവനെ എല്ലാം കൊടുക്കുന്നു. ഞാനിതെന്താ ചെയ്യേണ്ട, ആരോടാ ഞാൻ തർക്കിക്കണ്ടേ? കുട്ടിക്ക് ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട്. ആ കുഞ്ഞു മിഡില ലാസ്റ്റ് ആണ് അവളെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഇത് സംഭവിക്കാം. അപ്പൊ ഈ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാല്, നിനക്ക് എല്ലാ സ്നേഹവും ഞാൻ തരുന്നു എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കണം ഈ കുട്ടിക്ക്. ഈ കുഞ്ഞിന് കുറച്ച് നല്ലോണം കൊടുക്കുമ്പോൾ അവനെ വിളിച്ചിട്ട് ഇടയ്ക്കൊന്ന് കൂടെ നിർത്തുകയും മടിയിലിരുത്തുകയൊക്കെ ചെയ്യണം. ചെറിയ കുഞ്ഞിന്റെ റോളും കൊടുക്കണം വലിയ കുട്ടിക്ക്. എന്നിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്താൽ നീ നന്നായി ചെയ്തു. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ മറ വെച്ചുകൊണ്ട് റിസ്ക് ഇല്ല അങ്ങനത്തെ പറയാൻ. അവിടെ വൈഫിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് കേട്ടോ. മറ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, വീട്ടിൽ പോയി കുഴപ്പമുണ്ടാക്കി ഭയങ്കര സ്നേഹമല്ലേ? എന്നാൽ നിങ്ങൾ നോക്കി, സ്നേഹം എന്ന് പറയുന്നതിന്റെ നിർവചനം എന്താ? എന്താ സ്നേഹം? എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ കാണാൻ പോലും പറ്റൂല. അസൂയ എന്താന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പറയാ? അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? വിവരമുണ്ടെന്ന് തെളിയിക്കല, അവിടെ വൈഫ് കേൾക്കുന്നുണ്ടാവും. അസൂയ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്നേഹം. അസൂയ കാണാൻ പറ്റൂല, ലക്ഷണങ്ങളെ കൊണ്ടാ കാണാം. കല്യാണ വീട്ടിലൊരു ഉമ്മ നല്ല സാരി ഉടുത്തിട്ട് പോയിട്ടിരുന്നേ. അപ്പോ അപ്പുറത്തെ വീട്ടുകാര് കണ്ടമാതിരി നടിച്ചില്ല, ഒറ്റ പോക്കങ്ങ് പോയി, മുഖം വീർപ്പിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഓളൊക്കെ എന്നെ കണ്ടപ്പോ തന്നെ അസൂയ, മിണ്ടിയിട്ടില്ല. ലക്ഷണങ്ങൾ കണ്ടിട്ടാ അസൂയയെ മനസ്സിലാക്കുക. സ്നേഹത്തെയും അങ്ങനെ തന്നെ മനസ്സിലാക്കുക. എന്താ ചോദ്യങ്ങളൊക്കെ? അപ്പൊ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യണം എന്നാ പറയുന്നത്. സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഞാൻ വായിച്ചതാ, കുഴപ്പമില്ല, വായിച്ചത് പറയട്ടെ. നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുന്നു ഇപ്പൊ പറഞ്ഞില്ലേ? സ്വകാര്യമായിട്ട് നിങ്ങൾ രാത്രി അവരോട് പോയി ചോദിച്ചാൽ, ഞാനാണ് കൈവക്കീൻ, എന്താ എന്റെ അഭിപ്രായം? നീ വായ കൊണ്ട് പറയണ്ട, എഴുതി തന്നാ മതി എന്നുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു പെർസെന്റേജ് ഇട്ടുതരും, ഇത്ര ശതമാനമേ ഉള്ളൂ മനുഷ്യ. കാരണം വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ നിങ്ങളെ കൈമിൽ 2 മൊബൈലാ, രണ്ടും ചലിച്ചോണ്ടിരിക്കും. ഞാനിങ്ങനെ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നിങ്ങളെ കാത്തു നിൽക്കായിരിക്കും. നിങ്ങളൊക്കെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടിയിട്ടാ ഞാനിത് നിൽക്കുന്നത്. ആണിന്റെ സുഖം കണ്ണിനാ, പെണ്ണിന്റെ സുഖം ചെവിക്കാ. നിങ്ങളെ കണ്ണിന് സുഖം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടത്. എന്നാൽ നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ വിഷമിച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ചായ കൊണ്ട് വെച്ച്, നിങ്ങളത് കുടിച്ച്, നിങ്ങളെ കുളിക്കാൻ പോയി. നിങ്ങൾ എന്റെ മുഖത്തൊന്ന് നോക്കിയോ? എന്റെ കണ്ണിലൊന്ന് നോക്കിയോ? കിടന്നുറങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് ഇരുന്ന് വർത്താനം പറയാൻ ഏത് പെണ്ണും ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളിനി മീറ്റിംഗ്, അവിടെ നമ്മൾ ഒരുപാട് സംഘടനകളുണ്ടല്ലോ, നിങ്ങൾ അതിന്റെ വലിയ നേതാവാന്ന് വിചാരിച്ചോ? നിങ്ങളെ ഭാര്യനോടെ കൊണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ 8:30 വരാം കേട്ടോ, മീറ്റിംഗ് കഴിയും. 9:30 നിങ്ങൾ വന്നില്ല, 10:30 വന്നില്ല. സ്വാഭാവികമായും വീട്ടിലൊരാളുണ്ട്, അവൾക്ക് നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? വരാൻ നിങ്ങൾ ലേറ്റ് ആവും, സാരമില്ല, ഗിവ് എ മെസ്സേജ്. എന്താ മെസ്സേജ് പറയേണ്ടത്? കരളെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, കരളെ സ്പെല്ലിംഗ് ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ മീറ്റിംഗിലാണെങ്കിൽ എന്റെ മനസ്സ് നിന്നോടൊപ്പമാണ് കേട്ടോ. തിരിച്ചിങ്ങോട്ടൊരു റിയലി മതി. ആ കളികളിലൂടെ രൂപപ്പെടുന്നതാ സ്നേഹം. ഞാൻ പണ്ടൊക്കെ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ ചിലപ്പോ ഈ ഗൾഫിലുള്ള ആളുകളുടെ ഭാര്യമാർക്ക് കത്തെഴുതാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ നാട്ടിൽ കത്തെഴുതാൻ എന്നെയൊക്കെ വിളിക്കും. ഇപ്പൊ അതില്ലല്ലോ. അപ്പൊ കത്തിലെ വാചകം എന്താന്ന് പറഞ്ഞാല് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഓർമ്മിക്കുന്നുണ്ട്, ഒരു ആങ്കറിങ് പോലെ. പ്രിയേ, എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിന്റെ അകത്തൊരു പെട്ടി ഉണ്ടാക്കിയിട്ട്, അതിന്റെ അകത്തൊരു പെട്ടി ഉണ്ടാക്കിയിട്ട്, അതിന്റെ അകത്തൊരു പെട്ടി ഉണ്ടാക്കിയിട്ട്, അതിന്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് മറ്റാർക്കും കൊടുക്കൂല. പണ്ട് ദുബായ് കത്തുപാട് മെസ്സേജ് പോലെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാനുള്ളതാ സ്നേഹം. എന്റെ സ്നേഹം എന്റെ ഉള്ളിലുണ്ട്, ഞാൻ കൈവക്കും ചെയ്തിന് കേട്ടോ. പക്ഷെ മറ്റേ ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, ആ എക്സ്പ്രഷൻ വേണം, ലക്ഷണങ്ങളെ കൊണ്ട് പുറത്തു വരേണ്ടതാ.
ഒന്ന് മുഖത്ത് നോക്കണം, ഒന്ന് കണ്ണിൽ നോക്കണം, ഒന്ന് പ്രശംസിക്കണം, ഒന്ന് കൂടെയിരിക്കണം, ഒന്ന് നല്ലതെടുത്ത് പറയണം. സന്തോഷായി. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാത്തിക്കുക. 10 മണിയായി. ഭക്ഷണം നല്ല രസമുള്ള ഭക്ഷണം 3-4 എപ്പിസോഡ് കണ്ടിട്ട് തയ്യാറാക്കിയ മുഖത്തി. നമ്മളിത് മുന്നിലിരുന്നിട്ട് നല്ലോണം തിന്നുക. അടുത്തിരിക്കുന്ന ഒരു മനുഷ്യജീവനുണ്ട്. ആ മനുഷ്യജീവൻ അവ ഭാര്യയല്ല, കുട്ടിയായിട്ടാണ് നിങ്ങളെടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കണം. അവളെ മനസ്സ് വെമ്പുന്നുണ്ട്. മനുഷ്യ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലതാണെങ്കിലൊന്ന് പറയേ. എന്റെ മനസ്സ് ദാഹിക്കുന്ന ഒരു പ്രശംസക്ക്. ഒന്നും പറയാണ്ടിരിക്കുമ്പോൾ എണീറ്റിട്ട് പോകുന്ന ഒരു വഴക്കെങ്കിലും പറയാൻ എനിക്കൊരു സമാധാനം ആയിക്കോട്ടെ. നമ്മളല്ലെങ്കിൽ തൊട്ട് വായിൽ വെച്ച് അപ്പ പറയും, ഒരു പച്ചവെള്ളിങ്ങടുത്ത് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ ആയി പറയാം. എന്താ അതിന്റെ അർത്ഥം? ഇത് കൊള്ളൂല. നമ്മൾ പറയും. ദിവസവും വൈഫിന് പ്രശംസ കൊടുക്കലുണ്ടോ? 1-2 നല്ല ഡ്രസ്സൊക്കെ കിട്ടും. നല്ല ഡ്രസ്സ് കേട്ടോ, ചേരുന്നുണ്ടോ, നല്ല കറി കേട്ടോ, നീ കുട്ടികളെ എത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. തിരിച്ചിങ്ങോട്ടും അരമണിക്കൂർ നേരത്തെ എത്തി. മുമ്പ് ഷോപ്പൊക്കെ പൂട്ടിയിട്ട് ഇതെന്താ എത്ര നേരത്തെ? അങ്ങനെയാ ചോദിക്കണ്ടത്. നിങ്ങൾ നേരത്തെ വന്നു ചേരുമ്പോ എനിക്കെന്തൊരു സന്തോഷ. ഫീലിംഗ് കൊണ്ട് നെയ്തെടുക്കപ്പെടുന്നത് ആ സ്നേഹം, തിങ്കിങ് കൊണ്ട് കിട്ടൂല. അതുകൊണ്ടാണ് പ്രേമവിവാഹമൊക്കെ പരാജയപ്പെടുന്നത്. സ്നേഹം അൺകണ്ടീഷണൽ ആണോ എന്ന് പറഞ്ഞില്ല. എന്തായിരുന്നു പേര്? ജലീൽ പ്രേമിച്ചു കല്യാണം കഴിച്ചതാ? ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരുപാട് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് മുമ്പ് നടക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. എന്താണെന്നറിയോ? മൊബൈലും റീചാർജ് കൂപ്പണും വാങ്ങി കൊടുക്കുക. പെണ്ണ് കണ്ട് ഉറപ്പിച്ചാല് 1000 ഉറുപ്പിന്റെ റീചാർജ് കൂപ്പൺ ഒരു മൊബൈല്. 3 മാസം നിരന്തരമായ വിളി. ഇസ്ലാമികമായി തെറ്റാണെന്ന് അറിയാലോ. ഇനി ഇസ്ലാമികമായി പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കൂല. അത് ഇസ്ലാമികമായ കാര്യമല്ലേ. ഞാൻ അതിലൊരു മാനസികമായ സാമൂഹികമായ വിഷയം ആലോചിച്ച് നോക്ക്. എന്താ നടക്കുക എന്നറിയോ? ഈ 3 മാസവും ഇവർ തമ്മിൽ നല്ല ഇഷ്ടം പ്രകടിപ്പിക്കുക. കാരണം ഭാവി അത് വരണല്ലേ. നല്ലതേ പറയുള്ളൂ. ആരെങ്കിലും കുത്തും കുശുമ്പും പറയുമോ? ഐസ്ക്രീം വിളമ്പുന്ന പോലെ ഓൾവേസ്. കല്യാണമെല്ലാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ ഓരോന്നൊന്നും പുറത്തു വരാൻ തുടങ്ങും. ഓരോ മുള്ളും കെണിയും. അപ്പൊ വിചാരിക്കും, പഠിച്ചോനെ ഇതെന്ത് ഇതിന്റെ മേലെയാ ഞാൻ പോയി വീണത്? ഒരു പ്രശ്നം. ഇനി പ്രേമിച്ചു എന്ന് വിചാരിച്ചോ? കല്യാണം അടുത്ത സമയത്ത് ഇവർ രണ്ടാളും ഒരു പാർക്കിൽ ഇരുന്നിട്ട് ഒരു അഗ്രിമെന്റ് തയ്യാറാക്കി. 10 ഫോർമുല എഴുതി തയ്യാറാക്കി രണ്ടാളും ഒപ്പിട്ട് കൈമാറി. ഇനി വിവാഹത്തിലേക്ക് കടക്കാന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 1-ാം മാസം കൊണ്ട് തന്നെ പൊട്ടും. കാരണം ഇത് ബിസിനസ് അഗ്രിമെന്റ് അല്ല, കോൺട്രാക്ട് ഉണ്ടാക്കുക. ചിലപ്പോ ഭാര്യ പ്രശ്നങ്ങൾ കാണിക്കും, ഭർത്താവ് അതിനെ എൻജോയ് ചെയ്യണം. ഭർത്താവ് പ്രശ്നങ്ങൾ കാണിക്കും, ഭാര്യ എൻജോയ് ചെയ്യണം. ലക്ഷക്കണക്കിന് ജീനുകളിൽ വ്യത്യാസമില്ലേ ഭാര്യയും ഭർത്താവും തമ്മിൽ? സ്നേഹിച്ചിട്ടും കരുണ കൊണ്ടും മാത്രമേ ഇത് ഒന്നിക്കാൻ പറ്റുള്ളൂ. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നു. എന്തിനാ? ലിതസ്കുനു ഇലൈഹാ, ഭാര്യന്റെ അടുത്ത് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചും നിന്റെ കല്യാണം കഴിച്ച മുതൽ എന്റെ കഥ പോയിന് മോളെ എന്ന് പറയുന്ന ഇത്ര ആൾക്കാരുണ്ട്. എന്റെ സമാധാനം കിട്ടുപോയി എന്ന് പറയുന്ന ആൾക്കാർ. മാത്യു വലൂരിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ദാമ്പത്യം ബന്ധം ബന്ധനം. ഞാൻ വളരെ മുമ്പ് വായിച്ച പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്. അതിന്റെ ആമുഖത്തിൽ തന്നെ ചോദിക്കുന്ന രസകരമായ ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. ദമ്പതിമാരെ ഒരു ചോദ്യം. നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. നിങ്ങൾ മരിച്ചു, നാളെ സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കാം. സ്വർഗത്തിൽ നിങ്ങളെ കല്യാണക്കുറി ഇറങ്ങി, നാളെ നിങ്ങളെ കല്യാണം. വധുവിനെ തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ്. അങ്ങനെ വധുവിനെ തെരഞ്ഞെടുക്കുന്ന സമയം വന്നു. ഒരുപാട് സുന്ദരിമാർ അവിടെ നിൽക്കുന്നു. തിരിച്ചും ഒരുപാട് സുന്ദരന്മാർ, കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ നിൽക്കുന്നു. കൂട്ടത്തിൽ നിങ്ങളെ ഭാര്യ ഉണ്ടാ ഗാലറിയിൽ കേട്ടോ. ഈ ദുനിയാവിലെ ഭാര്യ, നിങ്ങളെ ഭർത്താവ് അപ്പുറമുണ്ട്. പക്ഷെ സ്വർഗമാണ്, ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആരെയും തെരഞ്ഞെടുക്കാം. നിങ്ങളെ ഭാര്യ തന്നെ തെരഞ്ഞെടുക്കാൻ നിർബന്ധമില്ല, അവർക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ സ്വർഗത്തിൽ ഈ ദുനിയാവിലുള്ള ഭാര്യയെ തന്നെ ഭാര്യയായി സ്വീകരിക്കുമോ, ദുനിയാവിലുള്ള ഭർത്താവിനെ തന്നെ ഭർത്താവായി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹം പുസ്തകം തുടങ്ങുന്നത്. എന്റെ ദുനിയാവ് മുഴുവനും കൊളായിനെ ആഹ്റവും കൊളാക്കണം എന്ന് ചിന്തിച്ചിട്ട് കിട്ടിയ ചാൻസ് കളമാറി ചവിട്ടുവോ എന്നർത്ഥം.
എന്തുകൊണ്ടാണ് നമുക്ക് ആ ഫീലിംഗിലേക്ക് വരാൻ പറ്റാത്തത്? സ്നേഹത്തെ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളെല്ലാവരുടെ ഒരു കുഴപ്പമുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കും നല്ല സ്വസ്ഥത കിട്ടണം, സന്തോഷവും കിട്ടണം, സമാധാനവും കിട്ടണം. നിങ്ങൾ എപ്പോ അങ്ങനെ തീരുമാനിച്ചു, അങ്ങനെ ദ്വാരക്കാ നമുക്ക് അതേ കിട്ടാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ 1-ാം മാസം തന്നെ ടെൻഷൻ തുടങ്ങും. കാരണം സ്വസ്ഥത എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നതിൽ വ്യത്യാസപ്പെടുന്നു. ഭാര്യ കുടുകുടോ എന്തെല്ലോ പറയുന്നു ഓഫീസ് പോകാൻ നേരത്ത്. നിങ്ങൾക്ക് അല്ലെങ്കിലും മനുഷ്യ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റില്ലേ, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടാക്കിനെ, എന്നെ നാട്ടിൽ പറഞ്ഞേക്ക്. നമ്മൾ ഇതെല്ലാം ദൂരെ നിന്ന് നോക്കി നമ്മൾ തിരിച്ചങ്ങോട്ടും ഫയർ ചെയ്തെന്ന കുഴപ്പം തീരുമോ? അപ്പൊ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചു. കുറെ കഴിഞ്ഞ നേരം പോകാൻ നേരത്ത് പറഞ്ഞു, ഓ നിനക്ക് വല്ലാണ്ട് ദേഷ്യപ്പെട്ടു പോയി അല്ലേ? ദേഷ്യപ്പെട്ടു, തീർന്നു, വിഷയം തീർന്നു. തിരിച്ച് ഓഫീസിൽ നിന്ന് മുഖമൊക്കെ വീർപ്പിച്ചു ഇങ്ങനെ വന്നു നിന്ന ഉടനെ തന്നെ ഓരോട്ടം ബാത്റൂമിലേക്ക്. ഇവർക്കെന്താ പറ്റിയേ? ഭാര്യ എന്നാ പിന്നെ അങ്ങനെ കേട്ടെ 2 ദിവസം. അങ്ങനെയല്ല, ചായ കുടിക്കുന്ന സമയത്ത് അടുത്ത് വന്നിട്ട് എന്താ നിങ്ങൾക്ക് ഒരു വിഷമം കാണുന്നത്? അത് അപ്പുറം ഇപ്പുറം കൊടുക്കേണ്ടതാ. ഒരാൾ ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനഃശാസ്ത്രപരമായി അയാൾ രോഗിയാവുക എന്നാണ്, അല്ലേ? നമുക്ക് കൺട്രോൾ വിടുകയല്ലേ? എന്താ ചെയ്യുന്നത് മനസ്സിലാവൂലല്ലോ. ആ സമയത്ത് അടുത്ത് നിൽക്കുന്നയാൾ രോഗിയാകാൻ പാടില്ല, അയാൾ ഡോക്ടറാവണം, അയാൾ മാറിക്കണം. രണ്ടുപേരും ഒരേ സമയത്ത് രോഗിയായാൽ ഉണ്ടാകാവുന്ന അപകടം ചെറുതല്ല. അതുകൊണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ഇതിനോട് ഇഷ്ടമുണ്ട് എന്ന് വെറുതെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ പറയലല്ല, മറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കുക, വെറുതെ കണ്ണിൽ നോക്കിയിട്ട്. ഇതുവരെ കാണാത്ത നല്ല സൗന്ദര്യത്തിന്റെ ഏരിയകൾ കാണാം നിങ്ങളെ ഭർത്താവിന്റെ മുഖത്ത്, ഭാര്യയുടെ. അപ്പൊ എന്നോട് ആരോ പറഞ്ഞു മുഖക്കുരുവും കാണാൻ പറഞ്ഞു. മുഖക്കുരു അതിനെ സൗന്ദര്യമായിട്ട് എടുക്കണം. നിങ്ങൾ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടുണ്ടാവൂല. കണ്ണിൽ നോക്കുക, മുഖത്ത് നോക്കുക, കുറച്ച് വർത്താനം പറയാ, ഫീലിങ്ങുകളൊക്കെ അയക്കുക, എന്നിട്ട് കിടന്നുറങ്ങാം. ഓ എന്തൊരു സന്തോഷ. ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ മെസ്സേജ് കൊടുക്കുക, ഞാൻ നിന്നെ പരിഗണിക്കുന്നു തോന്നലുണ്ടാക്കുക. നല്ല കാര്യങ്ങൾ എന്ത് കണ്ടാലും പ്രശംസിക്കുക. കുറച്ച് ടൈം, ക്വാളിറ്റി ടൈം എന്ന് പറയും, 10-15 മിനിറ്റ് സമയം കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കാൻ തീരുമാനിക്കുക. ഭാര്യയ്ക്കൊരു പണിയുണ്ട്. ഞാനിതെല്ലാം പറയുന്ന കേട്ടിട്ട് കേട്ടില്ല മനുഷ്യ നന്നായിക്കോളി എന്നൊന്ന് ഡയലോഗ് എടുക്കരുത്. പുരുഷന് 3 സർക്കിളുകളുണ്ട്. ഒന്ന് സോഷ്യൽ സർക്കിൾ, മറ്റൊന്ന് പ്രൊഫഷണൽ സർക്കിൾ, മൂന്നാമത്തത് പേഴ്സണൽ സർക്കിൾ. ഇതെല്ലാം പെണ്ണിനുണ്ടോ? ഉണ്ടോ? പെണ്ണിന് പ്രൊഫഷണൽ സർക്കിൾ ഉണ്ടോ? ജോലി ചെയ്തിട്ട് കൊണ്ട അധിക പെണ്ണുങ്ങൾക്കും ഇല്ലല്ലോ. സോഷ്യൽ സർക്കിൾ എത്ര വ്യാപകമായ പെണ്ണിന്റെ വല്ല മെസ്സേജോ പരിപാടിയോ കുടുംബ ബന്ധത്തിൽ ഫോൺ വിളിക്കലല്ലാണ്ട് ഈ KMCC, ഇസ്ലാമിക് സെന്റർ, SKSF, SYS എല്ലാം ഉണ്ടോ? അപ്പൊ സ്ത്രീ എന്ത് മനസ്സിലാക്കണം? ഓ അദ്ദേഹത്തിന് സോഷ്യൽ സർക്കിളും കൂടി ഉണ്ടല്ലോ, ഒരു വട്ടം കൂടുതലാണല്ലോ എന്നർത്ഥം. അപ്പൊ ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഉള്ള ഗുണങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലാണ്ട് സഹിച്ചിട്ട് ജീവിക്കലല്ല. ചില ആളുകളൊക്കെ പറയും എന്റെ ഭാര്യ ഞാൻ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. എന്ത് വർത്താനത്? എന്റെ ഭർത്താവിന് ഐ ക്യാൻ മാനേജ് മൈ ഹസ്ബൻഡ്. ചില പ്രൊഫഷണൽസ് പറയും കൊള്ളത്തര. ഭാര്യനെ മാനേജ് ചെയ്യാൻ നിങ്ങൾ നോക്കരുത്, ഭാര്യനെ എൻജോയ് ചെയ്യണം. അവളുടെ സന്തോഷവും വിഷമവും എല്ലാം എൻജോയ് ചെയ്യണം. ഭർത്താവിനെ നിങ്ങൾ എൻജോയ് ചെയ്യണം. ഭർത്താവിന്റെ പ്രയാസങ്ങൾ, ഭർത്താവിന്റെ കുശുമ്പുകൾ, ഭർത്താവിന്റെ എന്തെങ്കിലും എൻജോയ് ചെയ്യണം. ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് സെഷനിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായി. അതെന്താ പറഞ്ഞാല് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു എനിക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല, എനിക്ക് മതിയായി. അപ്പോ ഭർത്താവിനെ പുറത്തു മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ ചോദിച്ചു എന്താ കാരണം? അപ്പൊ സ്ത്രീ പറയാ ഒരു ശ്രദ്ധയില്ല സാറേ, മാർക്കറ്റിൽ പോകൂല, സാധനം വാങ്ങിക്കൊണ്ട് തരൂല, വല്ലാത്ത പിശുക്ക്, കുട്ടികളെ നോക്കൂല, ഞാനെന്ത് ചെയ്യാനാ, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഞാൻ മതിയാക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം, നന്നാകാൻ മാത്രം നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു. ചില ആളുകൾ അങ്ങനെയാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടാ പറയാ. നിങ്ങളെ സ്ത്രീയെ മാറ്റി നിർത്തി പുരുഷനോട് സംസാരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെയല്ല, അതിനേക്കാളും ഗൗരവ, ഞങ്ങളൊരു ഹിക്മത്ത് ഉപയോഗിച്ചതാ.
നിങ്ങളെ ഭർത്താവിന് നിങ്ങൾ പറഞ്ഞ കുഴപ്പങ്ങൾ മാത്രമൊന്നല്ല, അദ്ദേഹം മുഴുവൻ കുടിയനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറയാം, എന്റെ ഭർത്താവാ ഓർ കുടിക്കൽ പോയിട്ട് ഒരു സിഗരറ്റ് പോലും ചുണ്ടത്ത് വെക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതൊന്നും നിങ്ങൾ പറയണ്ട. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഭർത്താവ് തെരുവിൽ വേണ്ടാത്ത ബന്ധങ്ങൾ അല്ല ഒരു അന്യ പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്തോ മോഷണ കുറ്റത്തിലൊക്കെ നിങ്ങളെ ഭർത്താവ് കേസിൽ അന്യന്റെ മുതലോർ ആഗ്രഹിക്കുക പോലും ചെയ്യില്ല, അതും പറയണ്ട. നാലാമത് ഞങ്ങൾ പറഞ്ഞു, എന്തോ അടിയിലൊക്കെ പ്രശ്നമായിട്ട് കുഴപ്പത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നവർ കണ്ടിട്ടില്ല, അതൊന്നും പ്രശ്നമല്ല, ഞാൻ പറഞ്ഞതേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, ഒരു സിഗരറ്റ് പോലും ചുണ്ടിൽ വെക്കാത്ത, ഒരു അന്യപെണ്ണിന്റെ മുഖത്തോലും നോക്കാത്ത, ഒരു അന്യന്റെ മുതൽ ആഗ്രഹിക്കാത്ത ഇത്രയും നല്ല സാത്വിക ഗുണമുള്ള മനുഷ്യനെ കുറിച്ചാണോ എനിക്ക് വേണ്ടാന്ന് വെക്കുന്നത്? ലോകത്ത് ഇതെല്ലാം പ്രശ്നമുള്ള ആൾക്കാരില്ലേ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ പറയാ, ഓർക്ക് അങ്ങനെയെല്ലാം ഗുണമുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടോ, അവനവന്റെ മുന്നിലുള്ള അവനവന്റെ കയ്യിലുള്ളതിനുള്ള അപാരമായ ഗുണവും മേന്മയും പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഏതോ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്, എവറിബഡി ഹാസ് എ ബ്യൂട്ടിഫുൾ വൈഫ് അറ്റ് നെയ്ബർഹുഡ്. എല്ലാവർക്കും അപ്പുറത്തെ വീട്ടിൽ നല്ല ഭാര്യയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ നല്ല ഭർത്താവും. നിലമ്പൂർക്കാരനായ എസ് എ ജമീൽ സാഹിബിന്റെ വരികൾ ഇങ്ങനെയാ, അന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരി. നമ്മുടെ പഴയ കത്തുപാട്ടില്ലേ, അതൊക്കെ എഴുതിയ ആളാ. എത്രയും ബഹുമാന പെട്ട എന്റെ, ഓർക്കണില്ലേ? അന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരി എന്ന് എപ്പോഴാ? കല്യാണം, നിങ്ങളെ ഭാര്യ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഉറപ്പിച്ചു പറയാ, കല്യാണം കഴിഞ്ഞ ഉടനെ എന്റെ ഭാര്യമാണ് ലോകത്തിലെ. അതിനെ കൂട്ടിട്ട് പോകാൻ, അതിന് നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ, സൽക്കാരത്തിന് പോകാൻ, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ, എന്തൊരു തിരക്ക്! എന്റെ എല്ലാം. ഇന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യയായി ഒഴിച്ചു മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. പിഞ്ചുകിടാങ്ങൾക്ക് വേണ്ടി ഈ തരികിട തക്കിട വണ്ടി ഒടുക്കം വരെ ഓട്ടാനാണ് യോഗം. ഇനിയിപ്പം എന്താക്കാനാ? കുഞ്ഞുങ്ങൾ ഉണ്ടായിപ്പോയില്ലേ, അങ്ങനെ അങ്ങ് ജീവിച്ചു പോവന്നെ എന്ന് ചിന്തിച്ച് പ്രഷർ കൊണ്ട് ജീവിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. ഞാൻ തിരിച്ചും പറഞ്ഞുതരാം. കണ്ണൂരിൽ ഞങ്ങളൊരു സെമിനാർ നടത്തുമ്പം എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു സെമിനാറിൽ ഞാൻ മോഡറേറ്റ് ചെയ്യുന്നു. ഒരു 70 വയസ്സുള്ള ഒരാള് അലിക്ക മൈക്ക് വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഒരു കാര്യം പറയാനുണ്ട്, എന്റെ അടുത്തിരിക്കുന്നത് ബിയുമ്മയാണ്, 65 വയസ്സ്, 13 കുട്ടികളെ ഇവളെ എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആൾക്കാരെല്ലാം ഇയാളെ നോക്കിയോ, വല്ലാത്ത മനുഷ്യൻ തന്നെ. അദ്ദേഹം അടുത്ത് പറഞ്ഞ വാചകത്തിന് 10 മാറ്റിന്റെ ഗുണമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ മരിച്ചിട്ട് സ്വർഗം കിട്ടുകയാണെങ്കിൽ ഇവളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടാൻ പറ്റുള്ളൂ. സദസ്സ് മുഴുവൻ കൈയടിച്ചു. അത് 60ഉം 70ഉം വയസ്സായിട്ട് കാരുണ്യം കൊണ്ട് പൊതിഞ്ഞു ജീവിക്കുന്ന കുടുംബങ്ങളെയും നമുക്ക് കാണാം. അതുകൊണ്ട് ജീവിതത്തിലെ സുഖവും സന്തോഷമൊക്കെ ആപേക്ഷികമാണ്. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ വീട് നോക്കിയിട്ട് താരതമ്യം ചെയ്തിട്ട് എന്റേത് ഗുണം കുറഞ്ഞെന്ന് പറയാം. എനിക്കുള്ളത് 10 മാറ്റിൻ്റെതാണ് എന്ന് വിശ്വസിച്ച് കണ്ണിലേക്ക് നോക്കി ഉള്ള എല്ലാ നന്മകളും എടുത്തു പറഞ്ഞ് സന്തോഷത്തോടു കൂടി കടന്നുറങ്ങുകയും ചെയ്യാം. സുഖം ആപേക്ഷികമാണ്, അത് നമുക്ക് ഉണ്ടാക്കാം, ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യാം. ദാമ്പത്യവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഏരിയയും കൂടി പറഞ്ഞ് ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പിരിയാൻ സമയമായി. സത്യത്തിൽ അൺകണ്ടീഷണൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ? വ്യവസ്ഥയില്ലാണ്ട് സ്നേഹിക്കാൻ തുടങ്ങലാണ്. വ്യവസ്ഥയില്ലാണ്ട് എന്റേതെല്ലാം നിന്റേതാണ്, നിന്റേതെല്ലാം എന്റേതാണ്. എന്റെ വേദനകൾ പങ്കുവെക്കാനുള്ള ഒരാളാണ് നീ, എന്റെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യാനുള്ള ആളാണ് നീ. നിനക്ക് കുറവുണ്ടെങ്കിൽ നീ പരിഹരിക്കണം. സൂറത്തുൽ ബഖറയിലെ ഉന്ന ലിബാസുലക്കും വഅൻതും ലിബാസുലഹുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വസ്ത്രമാണ്, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വസ്ത്രമാണ്. വസ്ത്രം നമ്മളുടെ അഴിവുകൾ മറക്കാനുള്ളതാ. വസ്ത്രം നമ്മുടെ ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്നതാ. വസ്ത്രം ഞാൻ സെലക്ട് ചെയ്യാൻ ടൈം എടുക്കും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്റേതാ, വേറെ ആളോ ധരിക്കൂല, ധരിക്കാൻ പാടില്ല, ധരിക്കുന്നത് ഇഷ്ടമല്ല. ആ നിലക്കുള്ള ഒരു വല്ലാത്ത ചേർച്ചയാണ് ദാമ്പത്യത്തിന്റെ പൊരുള് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ ഉപ്പ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇങ്ങനെ നോ, എന്റെ ഉപ്പ എന്ന് പറഞ്ഞത് എന്റെ ഉപ്പയും കൂടിയാ.
നീ പറഞ്ഞത് എന്റെയും കൂടി പ്രശ്നമാണ്. ആ നിലക്കുള്ള കൃത്യമായ ഒരു ഇഴചേരൽ ദാമ്പത്യത്തിന്റെ അകത്ത് ഉണ്ടാകണം. അതുകൊണ്ട് ഒന്നും കൂട്ടിയാൽ രണ്ടല്ല ദാമ്പത്യം, ഒന്നും ചേർന്നിട്ട് എമ്മിണി വലിയ ഒന്നാണ്. അപ്പോ അതാണ് പൊസസീവ്നെസ്. അതിലുണ്ടാകുന്ന കുഞ്ഞിന് കരുത്തുണ്ടാവും. നിങ്ങളെ രാത്രികളെ നിങ്ങൾ മനോഹരമാക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സന്ധിക്കുന്നതിന് മുമ്പ്, ശാരീരികമായി സന്ധിക്കുന്നതിന് മുമ്പ് ദൂതനെ അയക്കണമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എത്രയാ വാട്സപ്പ് മെസ്സേജ്, നിങ്ങൾക്ക് എല്ലാം ഫ്രീയാ. ഒരു ദൂതനെ അയച്ചു തുടങ്ങിക്കൂടെ? വൈകുന്നേരം ആകുമ്പോ നല്ല നല്ല മെസ്സേജുകൾ തിരിച്ചിങ്ങോട്ടും. മനസ്സ് എനർജൈസറായി. രാത്രി വരുമ്പോ ഒന്ന് കണ്ണിലേക്ക് നോക്കി, കൈയൊന്ന് സ്പർശിച്ചു. കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല സുഗന്ധങ്ങളൊക്കെ അണിഞ്ഞു. നോക്കൂ, ബെഡ്ഷീറ്റ് വൃത്തിയായി, സാഹചര്യം നന്നായി. ഇത്തിരി നേരം വർത്താനം പറഞ്ഞു, പിന്നെ ചെവിയിൽ വർത്താനം പറഞ്ഞു. മനോഹരമായ അനുഭൂതിയുടെ സുന്ദരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുമയിൽ ജനിക്കുന്ന കുഞ്ഞ് ഈമാനുള്ള കുഞ്ഞായിരിക്കും. ഭ്രാന്ത് പിടിച്ച് ഓഫീസിലെ തിരക്കും പ്രശ്നമൊക്കെ ഒഴിവാക്കി കയറി വന്ന് തിരക്ക് പിടിച്ച് എന്തെല്ലോ ആയി മനസ്സ് വ്രണപ്പെട്ട് ഭാര്യയ്ക്ക് എന്താന്ന് മനസ്സിലാകാതായി ശാരീരികമായി സന്ധിച്ചു, അതിലൊരു കുഞ്ഞുണ്ടായി. പ്രശ്നങ്ങളുണ്ടാകാം. അപ്പൊ ഇസ്ലാം പറഞ്ഞ രീതി വളരെ പ്രായോഗികമാണ്. വാതിലിൽ മുട്ടി വിളിക്കുന്നു പാതിരക്ക് വീട്ടിലെത്തിയ പ്രാണനാഥൻ, ദൈതേ തുറക്കൂ വാതിൽ. കവിയുടെ വചനമാണ്. പാതിരാത്രി വീട്ടിലെത്തിയിട്ട് വാതിലിന് മുട്ടി വിളിക്കുന്നു പാതിരക്ക് വീട്ടിലെത്തിയ പ്രാണനാഥൻ. പ്രിയപ്പെട്ടവളെ, വാതിൽ തുറക്ക്. മീറ്റിംഗും കഴിഞ്ഞിട്ട് വന്നതാ. അകത്തു നിന്ന് ചോദ്യം, വന്നതാരാ? മൊഴിഞ്ഞു ഞാൻ ഉത്തരം, വന്നത് ഞാനാ. തുറന്നില്ല അവൾ വാതിൽ. ഞാനാന്ന് പറയുമ്പോൾ നമ്മളെ ഭർത്താവ് ഭാര്യക്ക് മനസ്സിലാവൂലേ? ഇല്ലേ? നമ്മളെ ശബ്ദം, അതിന്റെ വെലോസിറ്റി പോലും ആൾക്ക് അറിയാം. പക്ഷെ തുറന്നില്ല അവൾ വാതിൽ. രണ്ടാമതും വിളിച്ചു, ദൈതേ തുറക്കൂ വാതിൽ. അകത്തു നിന്ന് ചോദ്യം, വന്നതാരാ? മൊഴിഞ്ഞു ഞാൻ ഉത്തരം, വന്നത് ഞാനാ. തുറന്നില്ല അവൾ വാതിൽ. ആറാമത് ഞാൻ ചോദിച്ചു, വിളിച്ചു, ദൈതേ തുറക്കൂ വാതിൽ. അകത്ത് നിന്ന് ചോദ്യം, വന്നതാരാ? മൊഴിഞ്ഞു അപ്പോൾ ഞാൻ ഉത്തരം, വന്നത് ഞാനാ. അപ്പോഴും തുറന്നില്ല അവൾ വാതിൽ. ഏഴാമതെന്റെ ചോദ്യം, ദൈതേ തുറക്കൂ വാതിൽ. അകത്തു നിന്നപ്പോൾ വിളി വന്നു, വന്നതാരാ? മൊഴിഞ്ഞു അപ്പോൾ ഞാൻ ഉത്തരം, ഈ വന്നത് നീയാ. തുറന്നു അവൾ വാതിൽ. നിനക്ക് മനസ്സിലായോ? ഞാനാന്ന് പറയുമ്പോൾ ഭാര്യക്ക് ഇഷ്ടാകുന്നില്ല. ലേറ്റായാലും നിങ്ങൾ ലേറ്റായത് ഞാൻ തന്നെയാ, ഞാനും നിങ്ങളും ഒന്നാ. അതൊരു ഫീലിംഗിൽ ലയിക്കുന്ന അപാരമായ രസതന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആണിന്റെ ക്വാളിറ്റിയും കുറവുകളും ആ പെണ്ണ് മനസ്സിലാക്കണം, പെണ്ണിന്റെ ക്വാളിറ്റിയും കുറവുകളും ആണും മനസ്സിലാക്കണം. സജാതീയ ധ്രുവങ്ങൾ തമ്മിലുള്ള ചേർച്ചയിലല്ല, വിജാതീയ ധ്രുവങ്ങൾ തമ്മിലുള്ള ഒരുമയിലാണ് ദാമ്പത്യത്തിന്റെ ന്യൂക്ലിയസ് രൂപപ്പെടുന്നത്. അതിൽ നമുക്ക് സന്തോഷം ഉണ്ടാകണം. ആ സന്തോഷമുള്ള വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ ടാങ്ക് മലിനമാകൂല, കുഞ്ഞുങ്ങൾ ചീത്തയാവുകയും ചെയ്യില്ല. 3 ചോദ്യം, അതിനുത്തരം. എന്റെ കുട്ടികൾ അവിടെ പഠിക്കാനും നിസ്കരിക്കാനും എല്ലാം പറയുമ്പോൾ അവസാന സമയത്തേക്ക് നീക്കി വെക്കുന്നു. അതുവരെ എത്ര പറഞ്ഞാലും അനുസരിക്കാൻ മടിക്കുന്നു. എന്താണ് കാരണം? ഒരുപക്ഷെ ഉമ്മ അവസാന സമയത്തേക്ക് നീക്കി വെക്കുന്നുണ്ടാകാം, നേരത്തെ മോഡലിൽ. ഇനി നിങ്ങൾ പറയുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ടോക്കൺ എക്കണോമി എന്ന് പറഞ്ഞൊരു കാര്യം ഉപയോഗിക്കാം. സമയത്തിൽ നിസ്കരിച്ചാൽ ഒരു സ്റ്റാർ തരും, അല്ലെങ്കിൽ ഒരു ടിക്ക് തരും. 3 ടിക്കായാൽ അത് ഐസ്ക്രീമായി മാറും. അതൊരു നല്ല രീതിയാണ്. ഈ രീതി ഉപയോഗിച്ച് അലസത മാറ്റാം. പിന്നെ അലസതക്ക് സ്വാഭാവികമായി മാനസികമായി കുട്ടിയുടെ നെഗറ്റീവ് എനർജിയുമായി ബന്ധമുണ്ട്. അത് നല്ല തെറാപ്പി സെഷനിലൂടെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അടുത്തത്, ഉസ്താദേ, എന്റെ മക്കളോട് ഞാൻ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് എങ്ങനെയായിരിക്കണം ഇസ്ലാമികപരമായും ഭൗതികപരമായും ഒരു ദിവസം ചെറു വിവരണം. ഞാനതാണ് അതൊക്കെ കുറിച്ച് പറഞ്ഞത്. 7 വയസ്സ് വരെയുള്ള കുഞ്ഞിന് നമ്മൾ കൂടുതൽ കളിച്ച് അവസരങ്ങൾ കൊടുക്കണം. 7ന്റെയും 14ന്റെയും ഇടയിൽ കുട്ടിക്ക് നല്ല മാതൃകകൾ കൊടുക്കണം. അവശ്യ നേരത്ത് കറക്റ്റ് ചെയ്യണം. 14ന്റെയും 21ന്റെയും ഇടയിൽ കുട്ടിക്ക് സോഷ്യലൈസേഷനാണ്. കുട്ടിയെ ഒരാളായി കണക്കാക്കണം, അംഗീകാരം കൊടുക്കണം. വെറുതെ നേരിട്ട് വഴക്കിന് പോകരുത്, കുട്ടി തിരിച്ചടിക്കും. അപ്പൊ അതുകൊണ്ട് 14 21 വയസ്സിന്റെ ഇടയിലുള്ള കൗമാരക്കാരോട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവർ റബലാകാൻ സാധ്യതയുണ്ട്, നമുക്ക് എതിരാവാൻ സാധ്യതയുണ്ട്, പറഞ്ഞത് കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് അവന്റെ സ്ഥാനം കൊടുക്കുക, തീരുമാനം അവനെ കൊണ്ട് തന്നെ എടുപ്പിക്കുക. നാളെ മുതൽ നീ TV ഓഫാക്കിയേക്കണം, ഞാനാ പറയുന്നത്. കുട്ടി പറയും, എന്നാ ഒന്ന് കാണാം. മനസ്സിലായോ? അവനൊരു അംഗീകാരം കൊടുക്കണം, സ്ഥാനം കൊടുക്കണം, എന്നിട്ട് ഇടപെടാം. ഞാൻ നേരത്തെ ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ്ങിൽ പറഞ്ഞൊരു അനുഭവം പറയാം. കോഴിക്കോട് ഒരു കുട്ടി
കുട്ടി കഴിഞ്ഞ വർഷം ഉളുഹിയത്തിന് പോത്ത് കച്ചവടം നടത്തിയിട്ട് 6000 ഉറുപ്പ്യ കീശയിലാക്കി. അപ്പൊ വാപ്പ പേടിയായി, ഇവൻ ഇങ്ങനെ പോയാൽ എന്താവും? ഇങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അവൻ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ എന്താ ചെയ്യാൻ നോക്കുന്നത്? കൗൺസിലിങ്ങാ? എന്നാലേ നിങ്ങളതെന്റെ വാപ്പാന ചെയ്യാ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം? അവൻ പറഞ്ഞു, അതെ എനിക്ക് ചങ്ങാതിമാരുണ്ട്, ഈ പ്രായത്തിൽ ചങ്ങാതിമാരുണ്ടാവും, പക്ഷെ അതിനെ കൃത്യമായി വഴി നടത്തി കൊടുക്കണം, മോശം ചങ്ങാതിമാരെ ഒഴിവാക്കണം. കുട്ടി പറഞ്ഞു, പിന്നെ എനിക്ക് ആഴ്ചക്ക് ഒരു 10 ഉറുപ്പ്യ പോക്കറ്റ് മണി കിട്ടിയാൽ മതിയായിരുന്നു, ഒരു എന്തെങ്കിലും ഒരു കാപ്പിയെല്ലാം കുടിക്കാൻ. 17 വയസ്സില്ല, ഞാൻ ഒരാളായില്ലേ, തരൂല, അറുത്ത് കൈക്ക് ഉപ്പ് കേൾക്കാത്ത പാർട്ടിയാ. അതുകൊണ്ട് ഞാൻ എന്റെ കച്ചവടം നടത്തി, ഞാൻ എന്റെ കഴിവ് തെളിയിച്ചു. ഉപ്പ എന്താ ചെയ്യുന്നു? ഉപ്പാന്റെ പൈസ എനിക്ക് വേണ്ട. കണ്ടോ, കൗമാരക്കാരനെ അടിച്ചമർത്താൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. അതുകൊണ്ട് അവനൊരല്പം സ്വാതന്ത്ര്യവും ഉപദേശം കുറക്കുക വേണ്ടത്. എന്നിട്ട് അവസരം കൊടുക്കണം, പ്രശംസിക്കണം, ആവശ്യത്തിന് നല്ല നിലക്ക് നിർദ്ദേശിക്കണം. അവന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന ഒന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ആ പ്രായം വളരെ നിർണായകമായ ഒരു പ്രായമാണെന്ന് ഞാൻ വളരെ ചുരുക്കി പറയുന്നു. എന്റെ മൂത്ത മകന് 3.25 വയസ്സായി. അവന് ടിവിയിലും സൈറ്റ് സീനുകൾ അങ്ങനെയെല്ലാം കാണുമ്പോഴും ഭയങ്കര പേടിയാണ്. ഉടനെ ചാനൽ മാറ്റി ഞാൻ പറഞ്ഞ് ബാളുണ്ടാക്കും. ഞങ്ങൾ ടി വി കാണുന്നവരാണെങ്കിൽ സ്ഥിരമായി എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ ഫിലിം TV ഓൺ ചെയ്യുക എന്നാണ് ഉള്ളത്. അത് മോന് ചേഞ്ചസ് ഔട്ട്കം സ്റ്റോറീസ് എല്ലാം കാണാൻ നല്ല ഇഷ്ടമുള്ള കുട്ടി. നേരത്തെ പറഞ്ഞ കാര്യം, അതായത് സിംപിളി ഇത്രയുള്ള പ്രശ്നം. എന്റെ മോന് ടിവിയിൽ എന്തെങ്കിലും സീരിയലുകൾ, ഫൈറ്റ് സീരിയലുകളൊക്കെ കാണുവാൻ പേടിയാവും. പിന്നെ പേടിക്കണ്ടേ. പ്രോബ്ലം 5 വയസ്സാകുമ്പോഴേക്ക് 20,000 വേണ്ടാത്ത ചിത്രങ്ങൾ കുട്ടി കാണേണ്ടി വരുന്നു. ഇത് മോശമാണ്. അതുകൊണ്ട് കാണാതിരിക്കട്ടെ. നിങ്ങൾ എന്തിനാ ഫൈറ്റ് സീരിയൽ കുട്ടിനെ കാണിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് അത് ഓഫാക്കുക. പേടി ഇപ്പം കുട്ടിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, പേടിയെ ഒഴിവാക്കി കൊടുക്കാൻ നിങ്ങൾ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. പേടിയെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യണം. അത് ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് കുട്ടി കണ്ണടച്ച് നീ പേടിയില്ല എന്ന് പറഞ്ഞ് ധൈര്യമുള്ള കുട്ടിയാണെന്നൊക്കെ രാത്രി പറയിക്കുക. പായൽ മൂത്രിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യാറുണ്ട്. പായൽ മൂത്രിക്കുന്ന കുഞ്ഞിനെ ഉമ്മാറിയും അമ്മ ബെഡ്ഷീറ്റൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് രാത്രി ഒരു നിർദ്ദേശമുണ്ട്, കിടില നിർദ്ദേശം. നാളെ എങ്ങാനും മൂത്രിച്ചില്ലെങ്കിൽ ഉമ്മ കഷ്ടപ്പെട്ടിട്ട് ഉണക്കിയതാ, കുട്ടി വീണ്ടും മൂത്രിക്കും. എന്താ കാരണം? ഉറങ്ങാൻ നേരത്തെ പ്രഷർ കൊടുത്തു. ബെഡ് വെറ്റിംഗ് ഉള്ള കുഞ്ഞ് ടെൻഷനുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനോട് നിങ്ങൾ അങ്ങനെ പെരുമാറരുത് എന്നാണ്. വേറെ രീതിയിലാണ്. അതേ പ്രശ്നം തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് അങ്ങനത്തെ TV സീരിയലുകൾ ഒഴിവാക്കുക. കുറച്ച് പ്ലസന്റ് ആയത് കാണാം, കണ്ടതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ചെയ്യാനുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് ഒരു നല്ല സദസ്സ്, നല്ല ആളുകള്, നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരുന്നു. ആരെയും ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ബോറടിപ്പിച്ചോ? ഇല്ല. അത് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിച്ചു. ഞാനിത് അധികം ട്രെയിനിങ് സെഷനുകളായിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഈ സംരംഭം ഈ രീതിയിൽ ഇവിടെ ഇത്രയൊക്കെ നന്നായി സംഘടിപ്പിച്ചല്ലോ, അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഒരുപാട് ചോദ്യോത്തരങ്ങളും നടന്നു. ഞാൻ നാളെ രാത്രി ഇവിടുന്ന് പോകും. ഇവിടെ എനിക്ക് 2 ദിവസം മാത്രമേ എനിക്ക് ചെലവഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ ഒരു 3 മണി മുതൽ ഒരു വൈകുന്നേരം വരെ കുറച്ചു സമയം ഞാനിവിടെ കുറച്ച് ഇൻഡിവിജ്വൽ കേസുകൾ, 5 or 6 ഇൻഡിവിജ്വൽ കേസുകൾ കൗൺസിലിംഗ് എന്നുള്ള നിലക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ 500 സ്കൂളിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ, പേടി, ടെൻഷൻ, ദാമ്പത്യത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വകാര്യമായി വന്നിരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു സൗകര്യം ഞാൻ ഏർപ്പെടുത്തുന്നുണ്ട്. എന്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടുത്തെ 05485